ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ എക്കണോമിക് കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസിന്റെ ട്രിപ്പിൾ ഐ ടൈറ്റൻസ് ബാച്ച് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇത് റിവ്യൂ അല്ല, നമ്മുടെ സെഷനിൽ നമ്മൾ ബേസിക് ആയിട്ടും എക്സാമിന് ആവശ്യമായിട്ടുള്ള ആ സൂപ്പർ 20 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത്. സോ ആസ് വി ഓൾ നോ, നമ്മൾ ഓൾറെഡി JHL ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് ഇപ്പം നമ്മുടെ പഴയ EBCL മാറി ECIP എന്ന പേരിൽ വന്നിരിക്കുന്ന എക്കണോമിക് കൊമേഴ്ഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസിന്റെ സൂപ്പർ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത്. ആദ്യമായിട്ട് ഈ സെഷൻ കാണുന്ന ആൾക്കാരോട്, കുട്ടികളോട്, എന്താണ് ഈ സൂപ്പർ 20? നമുക്കിപ്പോൾ എക്സാമിനേഷന് ഓരോ ചാപ്റ്ററിനും അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്. ഈ 20 ക്വസ്റ്റ്യൻ തന്നെ എക്സാമിനേഷന് വരുമെന്ന് പ്രഡിക്ഷൻ അങ്ങനെ ഒരു അവകാശവാദവുമില്ല. പക്ഷേ ഏറ്റവും റിലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്തവണ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും ഇതിലെ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വന്നിട്ടുണ്ടെങ്കിൽ പക്കാ ബോണസ്. സോ എക്കണോമിക് കൊമേഴ്ഷ്യൽ ആൻഡ് IP ലോസ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡിസംബറിലോട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളോട് പറയണത് ഇതൊരു എക്സ്ട്രീംലി ന്യൂ അഡ്വഞ്ചറാണ്. അതിൻ്റെ കാരണം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് എന്ന 40 മാർക്കിന്റെ പാർട്ട് ബി. ആ പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ പാർട്ടിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ആദ്യം എക്സാം എഴുതാൻ പോകുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ നമുക്ക് അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്. മാത്രമല്ല EBCയിലും JHLയിലും തമ്മിലുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പം JHLയിലെ പല ചാപ്റ്റർ ഇപ്പുറത്തേക്ക് വന്നു, ഇവിടുന്ന് ചാപ്റ്റർ അങ്ങോട്ട് പോകുന്നു. ആകെ മൊത്തം ടോട്ടലി കൺഫ്യൂഷനാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ECIP എന്നുള്ള ഈ ഒരു ചേഞ്ച്, EBCയിൽ നിന്നും ECIPയിലേക്കുള്ള ഈ ഒരു ചേഞ്ച് നല്ലതിനാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് ചേഞ്ച്. അതിൻ്റെ കാരണം നമ്മളിപ്പം പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്, നമുക്കിപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലേ? നമ്മൾ ഈ CS പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊഫഷണൽ വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം, നമ്മൾ വർക്ക് ചെയ്യുമ്പം, നമുക്ക് ആ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഫേസിൽ, അതായത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫേസിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് നമ്മൾ ഈ പ്രീ ക്വാളിഫിക്കേഷൻ ഫേസ്, നമ്മൾ ഇപ്പോഴത്തെ ഫേസിൽ എക്സിക്യൂട്ടീവിലും പ്രൊഫഷണലും പഠിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പം IP ലോസ് വളരെ റിലവൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, എനിക്ക് പേഴ്സണലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനോടോ കോൺട്രാക്റ്റിനോടോ മറ്റ് ആക്ടോടൊന്നും യാതൊരു കുഴപ്പമില്ല. അഡ്മയർ ദോസ് പ്രൊവിഷൻസ്. ബട്ട് അങ്ങനെയല്ല, അല്പം കൂടെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ IP ലോസ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പേറ്റന്റ് ആയിക്കോട്ടെ, ജിയോഗ്രഫി ലൊക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഒരു പുതിയ അറിവാണ്. അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റോ അല്ലെ കോൺട്രാക്റ്റോ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഏറെ ആപ്ലിക്കേഷൻ ലെവൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ് ഈ IP ലോസ് വന്നേക്കുന്നത്. അതൊരു നല്ല ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ IP ലോസ് ഉള്ള പാർട്ട് ബിന്റെ അകത്ത് 40 മാർക്കാണ്. അതായത് ഒരു 5-6 ചാപ്റ്റർ 40 മാർക്കാണ്. അങ്ങനെയല്ലേ? യെസ്, നമുക്ക് ചെക്ക് ചെയ്യാവേ. പുതിയ ടെക്സ്റ്റ് ബുക്കാണിത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും പാർട്ട് 1 ആണ് എക്കണോമിക് കൊമേഴ്ഷ്യൽ ലോസ് വിച്ച് ക്യാരീസ് 60 മാർക്ക്. 60 മാർക്കാണ്. 60 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 14 ചാപ്റ്റർ ആയിട്ട് കൂട്ടാം. 14 ചാപ്റ്ററിന് 60 മാർക്ക്. 14 ചാപ്റ്ററിന് 60 മാർക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു 5 മാർക്ക് വെച്ച് ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം, അല്ലേ? ഒരു ചാപ്റ്ററിന് ഒരു 5 മാർക്ക് വെച്ച് 14 5 60. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്കിനി ഇപ്പുറത്തേക്ക് വന്നാൽ പാർട്ട് 2 IP ലോസ് 40 മാർക്കാണ്. എത്ര ചാപ്റ്ററിന് 40 മാർക്ക്? 5 ചാപ്റ്ററിന് 40 മാർക്ക്, അല്ലേ? സോ ഒരു ചാപ്റ്ററിൻ്റെ ആവറേജ് 8 മാർക്കാണ്, അല്ലേ? സോ 14 5 70 പ്ലസ് എന്തായാലും 14 ചാപ്റ്ററിന് 5 മാർക്ക് വെച്ച് ചോദിക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇൻസ്റ്റെഡ് 12 × 5 60 നോക്കുവാണെങ്കിൽ 2 ചാപ്റ്റർ സ്കിപ്പ് അടിക്കേണ്ടി വരും. പക്ഷേ IP ലോസിൽ 5 ചാപ്റ്റർ 40 മാർക്ക്, അപ്പം ആവറേജ് 8 മാർക്കാണ്. ടോട്ടൽ കൺഫ്യൂഷനായി. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ ഈ ചിന്തിക്കുന്ന എന്തിനാ അറിയോ? നമ്മൾ ഈ ചിന്തകൾ പോണത് ഏതെല്ലാം ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ്, ഏതെല്ലാം ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലേ? ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ്. സോ നൗ ലെറ്റ് മി ടെൽ യു ഫ്രം മൈ എക്സ്പീരിയൻസ് ഓഫ് ബീങ് എ CS ഫാക്കൽറ്റി, ഐ ആം ജസ്റ്റ് ഗോണ ടെൽ യു ദിസ്, ദാറ്റ് ഈസ് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. CSൽ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരില്ല, ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരും, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അവർ ഒബ്ജക്റ്റീവ് ഷാൾ ബി ടു ബി വെൽ എക്യുപ്ഡ് വിത്ത് എവറി ചാപ്റ്റേഴ്സ്. എല്ലാ ചാപ്റ്ററോടും നമ്മൾ നല്ല വെൽ എക്യുപ്ഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
ഓക്കെ. അപ്പോൾ നമുക്കതിൽ എന്നെ ഗതികെട്ട അവസ്ഥയാണെങ്കിൽ സാർ എന്താ സ്കിപ്പ് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കതിൽ ട്രെൻഡ് നടത്താൻ പറ്റില്ലടോ. കാരണം നമുക്കിത് ഫസ്റ്റ് എക്സാം വരുന്നതല്ല. ഇപ്പം ഈ ന്യൂ സിലബസിലുള്ള പാറ്റേൺ പോലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെ വരുന്നതെന്ന്. അതിപ്പം ഒരു എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ സോൾഡ് ആൻസേഴ്സ് വന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് വേണം എന്ത് ചെയ്യാം, മേ ബി വി ക്യാൻ കണ്ടക്ട് ആൻ അനലിറ്റിക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് വി ക്യാൻ ഡു എ സെഷൻ ലേറ്റർ ഓൺ. ബട്ട് ആസ് ഓഫ് നൗ ഹൗ ക്യാൻ ഐ ഡു ദാറ്റ്? കാരണം നമുക്ക് EBCL പഴയ സിലബസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്, എക്സാം എഴുതിയ കുട്ടികളുടെ അനുഭവങ്ങളുണ്ട്, വാലിഡ് ആൻസർ ഷീറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തും പറയാം, ബിക്കോസ് അനലറ്റിക്സിനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ബട്ട് ഇവിടെ നമുക്കൊരു ബ്ലൈൻഡ് ഗെയിമാണ്. ഇറ്റ്സ് എ ബ്ലൈൻഡ് ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് നെവർ എവർ ട്രൈ ടു ബങ്ക് ഇൻ IP ലോസ്. IP ലോസിന് എന്താ പറയുക, ഒന്ന് ഒരു ചാപ്റ്ററിന് ആവറേജ് 8 മാർക്ക് വെയിറ്റേജിൻ്റെ, 2 ഇതൊരു പുതിയ ചേഞ്ച് ആണ്. പുതിയ ചേഞ്ച് എവിടെ വരുന്നു, ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നിരിക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നേരെ ചൊവ്വേ ടോപ്പിലേക്ക് കിടക്കാം. ഓക്കെ. ഇനി ഞാൻ ഓൾറെഡി JIGL സെഷൻ എടുത്ത സമയത്ത് ആ വീഡിയോ ഇപ്പം നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിലൊരുപാട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ലൈക്ക് എൻ്റെ ഒപ്പീനിയൻ ആസ് ടു ഹൗ ടു അപ്രോച്ച് ദ എക്സാമിനേഷൻ എന്നൊക്കെ. നോക്കൂ, ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത് ആധികാരികമായ അല്ലെങ്കിൽ ഇതാണ് അവസാനത്തെ വാക്കിലൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ മൈ തോട്ട്സ് ആൻഡ് ജസ്റ്റ് ദാറ്റ്. അതായത് ഇപ്പം നമ്മളിപ്പം പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സാർ എനിക്ക് എപ്പോഴും ക്വയറീസ് വന്നിട്ടുണ്ട്. ഒന്നാം ക്വസ്റ്റ്യൻ, സാർ ആൻസർ എഴുതേണ്ട ഫോർമാറ്റ് എന്താണ്? ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, സാർ ആൻസറിന്റെ ഫോർമാറ്റ് എന്താണ്? രണ്ടാം പോയിന്റ്, സാർ എന്തെല്ലാം ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, സ്കിപ്പ് ചെയ്യണമെന്ന് അത്യാവശ്യമാണെങ്കിൽ എന്തെല്ലാം സ്കിപ്പ് ചെയ്യണം? 3, സാർ ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണ്? ഇത് പഠിക്കേണ്ട ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടൈം ടേബിൾ വല്ലതും സാറിന് തരാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ ബേസിക്കലി എൻ്റെ ഒരു റിപ്ലൈ ഇതാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ബേസിക്കലി മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻപുട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് പാടില്ല, രണ്ടും കറക്റ്റാണെന്ന്. കാരണം പണ്ട് 2005 ICSEൻ്റെ ഒരു ഗൈഡ് ലൈൻ ബുക്ക് ഉണ്ടായിരുന്നു. ICSEൻ്റെ ഗൈഡ് ലൈൻ ബുക്ക്. ദാറ്റ് ഗൈഡ് ലൈൻ ബുക്ക് വാസ് സ്പീക്കിംഗ് അബൌട്ട് ഹൗ ടു റൈറ്റ് ആൻസേഴ്സ്. ഓർക്കുക, 2005 ഹൗ ടു റൈറ്റ് ആൻസേഴ്സ് എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ബുക്ക് ഉണ്ടായിരുന്നു. ആ ഗൈഡ് ലൈൻ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ ചെയ്യാം, കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല, സെക്ഷൻ നമ്പേഴ്സ് അറിയില്ല എങ്കിൽ റെലവൻറ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി തുടങ്ങിയ നമുക്കൊരു വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു സജഷൻസ് ആയിരുന്നു ഈ 2005 ഗൈഡ് ലൈൻ ബുക്കിൽ ഉണ്ടായിരുന്നു, ഹൗ ടു റൈറ്റ് ആൻസേഴ്സ്. ആ സാധനം ഇപ്പോൾ കിട്ടാനില്ല എന്ന് മാത്രമല്ല, അതിലെ പറഞ്ഞ ഗൈഡ് ലൈൻ പറഞ്ഞ ആൻസർ വെച്ച് നമ്മൾ ഇന്ന് ആൻസർ എഴുതുവാണെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ മാർക്ക് എങ്ങോട്ട് പോകുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് പോലും നമുക്കത് എന്താ പറയുക, ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ സബ്ജക്റ്റ് ഇവല്യൂഷൻ അങ്ങനെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം. കഴിഞ്ഞ ലൈക്ക് പ്രീവിയസ് 2022 നമുക്ക് ഈ മോഡൽ ആൻസേഴ്സ് അഥവാ സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന പേരിൽ ഒരുപാട് PDFകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും സൈറ്റിൽ കിടപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിഫേസ്, അതായത് ഈ സജസ്റ്റഡ് ആൻസറിൻ്റെ പ്രിഫേസിൽ ഒന്നുമില്ലടോ, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾഡ് ആൻസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പേര് ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ കൊടുത്തെന്ന് വെച്ചാൽ ദിസ് ഇസ് ഹൗ എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം പറഞ്ഞുതരാം. ഏകദേശം ഈ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള എക്സ്പേർട്ട് കൊടുത്ത ആൻസർ ആണ് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്പേർട്സ് കൊടുത്തിരിക്കുന്ന സജസ്റ്റ് ചെയ്ത ആൻസർ ആണിത്. ഏകദേശം നമുക്ക് ഇതുപോലാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിന്തിക്കേണ്ട പോയിന്റ്, പക്ഷേ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. മാത്രമല്ല ഇതുപോലെ തന്നെ എഴുതിയാൽ മാർക്ക് കിട്ടുന്ന ഉറപ്പും പറയാൻ പറ്റില്ല. ചുരുക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഏകദേശം ഇതുപോലൊക്കെ തന്നെ വരണം. ഇത് തന്നെ വേണമെന്നില്ല, ഏകദേശം ഇതുപോലെ തന്നെ വരണം, പക്ഷേ ഇത് തന്നെ എഴുതിയ മാർക്ക് കിട്ടണമെന്ന് ഉറപ്പൊന്നും പറയാനില്ല എന്ന രീതിയിൽ. ചുരുക്കി പറഞ്ഞാൽ ഹൗ ടു റൈറ്റ് ആൻസേഴ്സിന് ഒരു യൂണിവേഴ്സൽ റിപ്ലൈ ഇല്ല. അതിൻ്റെ ഉത്തരം നമ്മൾ ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ഏറ്റവും യോജിച്ച രീതിയിലുള്ള ആൻസർ എന്താണോ അതങ്ങോട്ട് എഴുതുക, അതന്നെയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ആൻസറിങ് ഫോർമാറ്റ് എന്ന പേരിൽ പല ആൾക്കാർ പല ഒപ്പീനിയൻ പറയുന്നുണ്ട്. അതിൽ ഞാൻ ആ പറയുന്ന ആൾക്കാരുടെ എല്ലാ ബഹുമാനവും റെസ്പെക്ട് നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. അത് പേഴ്സണൽ അവരുടെ അതാത് വ്യക്തികളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ആരെയും ICSE എന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻഡോഴ്സ് ചെയ്തിട്ടില്ല ഒരു ആധികാരികമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ ആൻസർ എഴുതിയ മാർക്ക് കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ ഒരു കാലിബറാണ്, നല്ല നമ്മുടെ ഒരു എന്താ പറയുക, ദ വേ ഓഫ് ഗെയിമാണ്, ദ വേ വി അപ്രോച്ച് ദ ഗെയിം, നമ്മുടെ ഇൻറ്റൻറ്റ്, ഇതൊക്കെയാണ്
ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ഫാക്ടേഴ്സ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ എഴുതിയ ആൻസർ കിട്ടുന്ന ഉറപ്പ് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ എഴുതിയാൽ പോലും എന്തിനാ എക്സാം നടത്തുന്നത്? അങ്ങനൊന്നുമില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് എന്താണെന്ന് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, രണ്ട് സാധനം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വസ്റ്റൻസ് വരുവാണെങ്കിൽ അതിന് ഞാൻ ചിലപ്പോൾ എന്തെന്നറിയോ, ഒരു ഹെഡിങ് എഴുതും, എക്സ് എന്ന ഹെഡിങ് എഴുതി അതിൻ്റെ 5-6 ഫീച്ചേഴ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതും. അത് കഴിഞ്ഞിട്ട് വൈ എന്ന് എഴുതി 5-6 ഫീച്ചർ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതും. ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അതല്ല, ഇഫ് ഐ ഫീൽ ലൈക്ക് എക്സ് എന്ന് എഴുതി പാരഗ്രാഫ്, വൈ പാരഗ്രാഫ്, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ 2 കോളം വരയ്ക്കും, എക്സ് വൈ, അല്ലെങ്കിൽ ഞാൻ 3 കോളം വരയ്ക്കും, പെർട്ടിക്കുലേഴ്സ് എക്സ് വൈ. അതൊക്കെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഫീച്ചേഴ്സിന് എന്ത് ചെയ്യാം, എനിക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ ബുള്ളറ്റ് പോയിന്റ്സിന് ചിലപ്പോൾ ഒരു വാക്ക് എക്സ്പ്ലനേഷൻ കൂടെ ഇട്ടേക്കാം, ചിലപ്പോൾ 2 സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാം? അഗെയിൻ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ചെയ്യുക. 4 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ അത്ര മതി, 5 മാർക്കാണെങ്കിൽ എനിക്ക് മോർ എക്സ്പ്ലനേഷൻ ഉള്ളത് സംഭവത്തിലേക്ക് പോവാം. യെസ് ഓർ നോ? അപ്പോൾ ഓരോ ക്വസ്റ്റിനും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിന് ഒരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടക്കുന്ന സജക്ട് ആൻസറിൽ പോലും പറയണത് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ കൺക്ലൂസീവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടാണ് സംഭവം ചെയ്യേണ്ടത്. അതുകൊണ്ട് മക്കൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾ പറയാനുള്ള വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് കൺസേൺഡ് ആവേണ്ട. പകരം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. നമ്മൾ ബേസിക് ആയിട്ടും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഗെയിംസിലേക്ക് പോവാതെ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ്, എക്സാമിനേഷന്, ഞാനിത് JHൽ പറഞ്ഞ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എക്സാമിന് പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് നമ്മുടെ പേപ്പർ കാണുമ്പം ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? 1-ാം പോയിന്റ്, ഹൗ ടു ക്രിയേറ്റ് ഇംപ്രഷൻ. 2-ാം പോയിന്റ്, ഹൗ ടു മേക്ക് ഹിസ് ജോബ് ഈസിയർ. അദ്ദേഹത്തിന്റെ വാല്യുവേഷൻ എന്ന ജോബ് എങ്ങനെ നമുക്ക് ഈസി ആക്കാൻ പറ്റും, അതിനെപ്പറ്റി ആലോചിക്കുക. യെസ് ഓർ നോ? 3, നമുക്ക് ഒരുപാട് വലിച്ചു വാരി എഴുതാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. ആൻസറിനെ അങ്ങനെ മോഡിഫൈ ചെയ്യുക. ഇത് 3-മാണ് നമുക്ക് പറയാവുന്ന റിലയബിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പേപ്പർ ആരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡ് സെറ്റ്സിൽ ആരും പേഴ്സണൽ ഇരുന്ന് വായിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പേപ്പർ ആരും ഒരു വലിയ പാനൽ ഓഫ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് ഇടുന്ന മാർക്ക്, അദ്ദേഹത്തിന്റെ ആ ഇംപ്രഷൻ, അത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏറ്റവും ബെസ്റ്റ് കൊടുക്കൂ, എന്നിട്ട് ആൻസറിന് ഏറ്റവും ക്വാളിറ്റി കൊടുക്കൂ, ഏറ്റവും ബെസ്റ്റ് കൊടുക്കൂ. ഓക്കെ, എഗെയിൻ കുട്ടികളുടെ മറ്റൊരു ക്വസ്റ്റൻ ആണ്, സാർ ഈ പറയുന്ന 4 മാർക്കിന് എത്ര എഴുതണം, 5 മാർക്ക് എത്ര എഴുതണം, 10 മാർക്ക് എത്ര എഴുതണം? ഓക്കെ, ഞാൻ പറയാറുണ്ട്, നിങ്ങളെ ഷീറ്റിന്റെ പെർസെൻറ്റേജ് നോക്കി അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ഞാൻ വേഗമായിട്ട് പറയാറുണ്ട്. ഇതിനെ എസ്സേയിലേക്ക് അത് മാൻഡേറ്ററി പോലും അല്ല. അപ്പോൾ 4 മാർക്കാണ് 40% ഏകദേശം ഒരു ഐഡിയ വെച്ച് എഴുതുക. 5 മാർക്കാണ് 50% ഐഡിയ വെച്ച് എഴുതുക. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, 5 മാർക്ക് ക്വസ്റ്റൻ ചിലപ്പോൾ 3 ലൈനോ 4 ലൈനോ എഴുതിയാലും മതിയാവും. ചില ക്വസ്റ്റൻ അങ്ങനെയാണ്. ചിലപ്പോൾ 5 മാർക്കിന് ഒരു ഷീറ്റ് മൊത്തം എഴുതേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ നോക്കി ചെയ്യുക, പേപ്പർ വരുന്ന ആളെ മനസ്സിൽ ചിന്തിക്കുക, അദ്ദേഹത്തിന് ജോലി എളുപ്പമാക്കുക. സർ, വാട്ട് ഡു മീൻ ബൈ അദ്ദേഹത്തിന് ജോലി എളുപ്പമാക്കുക? ഹൗ ക്യാൻ വി ഡു ദാറ്റ് ആക്ച്വലി? ഒന്നുമില്ലടോ. നമ്മൾ ബേസിക്കലി ഞാനിപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യാന്നിരിക്കട്ടെ, ഞാനിപ്പം ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാനിപ്പം വാല്യൂ ചെയ്യുമ്പോൾ ഞാൻ എഴുതുവാണ്, ഓരോ കാര്യം ഇങ്ങനെ എഴുതി പോവാണ്. അങ്ങനെ എഴുതി പോകുമ്പം മൈ കൺസേൺ ഇസ് ദാറ്റ് ഞാൻ ഇങ്ങനെ കൂട്ടി പറഞ്ഞ് എഴുതി പേപ്പർ വാല്യൂ നമുക്ക് ദേഷ്യം പിടിക്കില്ലേ? ഒരുപാട് സാധനം കൺജസ്റ്റാക്കി അടുപ്പിച്ച് ഇങ്ങനെ ഈ മീൻ കൂട്ടിയിട്ടേക്കുന്ന പോലെ വെച്ചേക്കുന്ന പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതെങ്ങനെ വായിച്ചാൽ മനസ്സിലാവും, എനിക്ക് ഇറിറ്റേഷൻ ആവുമല്ലോ. നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ക്വാളിറ്റി ആൻസർ എഴുതിയിരിക്കട്ടെ, ഇത് വളരെ വൃത്തികേടായിട്ടാണ് പ്രശ്നം എഴുതിയെങ്കിൽ എൻ്റെ മൂടങ്ങ് പോകും വായിക്കാൻ. ഞാനത് പിന്നെ വായിക്കാൻ നിൽക്കുമോ? എനിക്ക് സമയമുണ്ടല്ലോ, എനിക്ക് നിങ്ങളുടെ പേപ്പർ നോക്കിയിട്ട് നിങ്ങളെ പാസ്സാക്കിയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ, അങ്ങനെ എനിക്ക് ചിന്തയൊന്നുമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് അവൻ ജയിച്ചോ തോറ്റോ അത്രയേ ഉള്ളൂ. അല്ലാതെ എൻ്റെ പേഴ്സണൽ വിഷയമൊന്നും അല്ല, വാല്യൂ എൻ്റെ പേഴ്സണൽ വിഷയമല്ല ഈ പേപ്പർ ഈ കുട്ടിയെ പാസ്സാക്കാനുള്ളത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പാസ്സാകുന്നത്, അല്ലാണ്ട് എൻ്റെ വാല്യൂന്ന് എൻ്റെ ഉത്തരവാദിത്തം ആവുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അതാ ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് പാസ്സാവുക. ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പാസ്. ഇറ്റ്സ് നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു പാസ്. അല്ല, അങ്ങനെ പറയാം അല്ലേ? ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു പാസ് അല്ലേ? അപ്പം നമുക്കാണെങ്കിൽ ചൂടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പാരഗ്രാഫ് ആണെങ്കിൽ ചെറിയ പാരഗ്രാഫായിട്ട് മൾട്ടിപ്പിൾ പേരാക്കി എഴുതുക. ഓരോ പേരയും ലൈനിൽ നിന്ന് ഇച്ചിരി മാറ്റി തുടങ്ങുക. ഇത് ന്യൂ പേരയാണെന്ന് വായിച്ചാൽ മനസ്സിലാവണം. യെസ് ഓർ നോ? തുടങ്ങുക. പറ്റുവെച്ചാൽ ഒരു പേര കഴിഞ്ഞ് ഒരു ചെറിയ ലൈൻ ഗ്യാപ്പ് ഇട്ട് അടുത്ത പേര തുടങ്ങുക. കാരണം നമുക്ക് എഴുതി കഴിഞ്ഞ് റീതിങ്ക് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യാമായിരുന്നു തോന്നുവാണെങ്കിലോ. ഓക്കെ, ഇനി എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പേര ലൈൻ വിട്ടുന്ന ക്രിമിനൽ ഓഫൻസ് എന്നല്ലോ, ഇറ്റ് നോട്ട് ആൻ ഇഷ്യൂ, റൈറ്റ്? ഓക്കെ, അങ്ങനെ എഴുതുക. ഓക്കെ, ഇനി ബുള്ളറ്റ് പോയിന്റ്സ് ആണോ,
ബുള്ളറ്റ് പോയിന്റ്സിന് ഓരോ ബുള്ളറ്റ് പോയിന്റും കുഞ്ഞു വട്ടമോ കുഞ്ഞു എന്തെങ്കിലും മാർക്കിങ്ങോ ചേർത്ത് ബുള്ളറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഇച്ചിരി മാർക്കിനോട് ചേർത്ത് തൊട്ടൊരു മിരിക്കാൻ കൊതിയായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ച് എഴുതാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് തുടങ്ങിക്കോ. എന്തിനായി പിശിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ബുക്ക് ഫ്രീ അല്ലയോ, എക്സാം ഫീസ് മുതലാക്കണ്ട നമുക്ക്. അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തുടങ്ങിക്കോ. നമ്മളിങ്ങനെ ഇത്ര ഇത് മാർജിനാണെങ്കിൽ നമ്മൾ ഇവിടുന്നേ അങ്ങ് തുടങ്ങുമോ എന്തോ പുണ്യം കിട്ടാൻ പോകുന്ന പോലെ. അതിന്റെ ആവശ്യമില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇവിടെ കുഞ്ഞു ഡോട്ടോ ഒരു കുഞ്ഞു കുത്തോ ഒരു ടിക്ക് മാർക്കോ എടുത്തിട്ട് ഇച്ചിരി നീങ്ങി തുടങ്ങുവാണെങ്കിൽ അത് വായിക്കാനൊരു ഭംഗിയുണ്ട്, കാണാൻ ഒരു മെനയുണ്ട്. മനസ്സിലാവുണ്ടോ? ആ പേപ്പർ നിങ്ങൾ പറ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറ, പേപ്പർ വാല്യൂ വേണ്ടിയായിരിക്കുന്ന സമയത്ത് കുറേ ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാ മാർക്കിനോട് തിങ്ങി ചെരുങ്ങി എന്തൊക്കെയാ കാട്ടി കൂട്ടി എനിക്ക് നിങ്ങൾ എഴുതി വായിക്കാൻ മൂടില്ല. എന്നാ ചെയ്യും? എൻ്റെ മൂഡ് പോയി. ആരാ എക്സാം നോക്കാൻ പോണേ? ഞാനോ നിങ്ങളോ? അതുകൊണ്ട് വാല്യൂ നല്ല ഹാപ്പി ആക്കാനുള്ള മെയിൻ കീ എന്താ അറിയോ? ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ വാക്കിലേക്കാണ്, പ്രസന്റേഷൻ മാറ്റേഴ്സ്. അത് ഇന്ന പ്രസന്റേഷൻ ഞാൻ പറയുന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞ ഇന്ന രീതി ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഞാൻ പറയുന്നില്ല. ബട്ട് സംഹൗ യു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു പ്രസന്റ് യുവർ ആൻസർ ആൻഡ് ഇംപ്രസ് ദ പേപ്പർ വാല്യൂർ. അല്ലെ, നമ്മളിപ്പോൾ എത്രത്തോളം വലിയ ക്വാളിഫിക്കേഷൻ എടുത്താലും ഇന്റർവ്യൂവിലെ 10 മിനിറ്റ് നമ്മൾ പെർഫോം ചെയ്ത മോശമാണെങ്കിൽ തീർന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 6 മാസം ഒരു കൊല്ലം മൊത്തം എടുത്ത് പഠിച്ചാലും എക്സാമിനേഷന് 3 മണിക്കൂർ നമ്മൾ എഴുതിയ കാര്യം പേപ്പർ വാല്യൂ നാളെ ഇംപ്രസ് ഇട്ടില്ലെങ്കിൽ എന്ത് കാര്യം? അല്ലെ, അപ്പം നമ്മൾ ആ ഒരു ഫിലോസഫി മനസ്സിൽ വെക്കുക. സോ ഇന്ന് തൊട്ട് എന്ത് ചെയ്യുക? റിസർച്ച് നടത്തുക, ആലോചിക്കുക, എനിക്കെങ്ങനെ പേപ്പർ വാല്യൂ നാളെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രസന്റേഷനിൽ എപ്പോഴും ഗ്യാപ്പ് യൂസ് ചെയ്യുക, മാർക്കിന് കുറച്ച് മാറ്റി എഴുതുക, പാരഗ്രാഫ് കഴിഞ്ഞാൽ സ്പേസ് വിടുക. ഓക്കെ, ആൻസർ തുടങ്ങുമ്പോൾ ഹെഡിങ് എഴുതി. ഞാൻ ആ ടോപ്പിക്കിലേക്ക് ലാസ്റ്റിലേക്ക് വരാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് എൻ്റെ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു നമ്മൾ ഈ സംഭവം മറന്നു പോകും. അപ്പം സ്റ്റാർട്ട് വിത്ത് അവർ ക്വസ്റ്റ്യൻസ് ഓഫ് ECIP. ഞാൻ തുടക്കത്തിൽ സെക്യൂരിറ്റി ലോസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പിക്ക് ചെയ്തേക്കണേ. അതിൽ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആസ് ഇറ്റ് ഇസ് സീൻ ഹിയർ, ദാറ്റ് ഈസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പേഴ്സൺ അണ്ടർ ഫെമ. ക്വയറ്റ് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാറേ ഫെമക്കാത്ത് എന്നാൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ഞാൻ ഫെമക്കാത്ത് എന്നല്ല, ഞാൻ ഈ പേഴ്സൺ എന്നുള്ള സംഭവം ഞാൻ പിക്ക് ചെയ്യുന്നതിൽ കാരണമുണ്ട്. കാരണം നമുക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ആക്ടിലും, ഈ എക്കണോമിക് കൊമേഴ്ഷ്യൽ പോലെ 14 ആക്ടിലും മറ്റേ ഇൻഡസ്ട്രിയൽ അപ്പീൽ IP ലോസിലെ ആക്ടുകളിലും എല്ലാത്തിലും കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പേഴ്സൺ എന്നുള്ള വാക്ക്. പക്ഷേ പല ആക്ടിലും പേഴ്സൺ ഡെഫിനിഷൻ പലതാണ്. ഈ പേഴ്സൺ എന്നുള്ളത് ലീഗൽ മെട്രോളജി ആക്ട് പറഞ്ഞ ഒരു 8-10 സാധനം വരുന്നുണ്ടെങ്കിൽ ഇവിടെ അത്ര വരുന്നുണ്ടാവില്ല. പക്ഷേ ഈ പേഴ്സൺ എന്നുള്ളത് നമ്മൾ എപ്പോഴും വിട്ട് കളയാൻ ചാൻസ് ഉള്ള കോൺസെപ്റ്റാണ്. അതുകൊണ്ട് ഫെമൈൽ പേഴ്സൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പേഴ്സൺ എന്നുള്ള വാക്ക് എല്ലാ ആക്ടിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കീവേഡ് ആണെന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഫെമൈലെ പേഴ്സൺ അതാണെന്ന് പറഞ്ഞുതരാം. പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOPBOI, every artificial judicial person and any agency, office, branch, owned or controlled by any person. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് ഫോളോ ചെയ്യണം. ഈ ലിസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. Now coming to second question. Girish intends to transfer his shareholding in as a gift to his son who is a resident outside India. Advice with reference to FEMA. അതായത് നമ്മൾ പുറത്തേക്കുള്ള ഒരു ഷെയർ ട്രാൻസ്ഫർ ആണ് ഉദ്ദേശിക്കുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ബൈ ഫെമ ഇറ്റ് സെൽഫ്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഫെമയുടെ ഏത് പ്രൊവിഷൻ യൂസ് ചെയ്യണം? ആസ് പെർ റെഗുലേഷൻ 10 ഓഫ് FEMA, transfer of issue security by a person resident outside India, regulation of 2017. മക്കളെ ഈ സാധനത്തിന് അവിടെ വലിയ റിലവൻസ് ഉണ്ട്. ഈ ഒരു സംഭവത്തിന് ഇത്രയും ഭാഗം എഴുതുന്നതിന് ഒരു വലിയ മാർക്കുണ്ട്, ഒരു വലിയൊരു ക്വാണ്ടിറ്റി. കാരണം എന്താ അറിയോ, ഈ ഫെമ റെഗുലേഷൻ പ്രകാരം ഓൾമോസ്റ്റ് എല്ലാത്തിനും വേണ്ടത് അപ്രൂവലാണ്. അത് എല്ലാ പ്രൊവിഷനും അവസാനം പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എല്ലാത്തിനും വിത്ത് ദ പ്രിയർ അപ്രൂവൽ ഓഫ് RBI. ഇത് എല്ലാത്തിലും ഈ പുട്ട് തേങ്ങ ഇടുന്ന പോലെ കറുക്ക് അടി ഇടുന്ന പോലെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ഈ അപ്രൂവൽ ഓഫ് RBI. അതുകൊണ്ട് ഈ പ്രൊവിഷൻ എഴുതാതെ അപ്രൂവൽ ഓഫ് RBI മാത്രം എഴുതിയാൽ ഒരു ഗുമ്മുണ്ടാവില്ല. സോ പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഫെമയാണെങ്കിലും ODI ആണെങ്കിലും ഓക്കെ മറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോഡ് ആണെങ്കിലും ആ ഫെമ പ്രൊവിഷൻസ് മൊത്തം എന്ത് ചെയ്യണം? നിങ്ങൾ റെഗുലേഷൻസും സെക്ഷൻസും പക്ക നോട്ട് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ കേസിൽ എന്താ സംഭവം നടന്നറിയോ? ഗിരീഷിൻ്റെ ഉള്ള വ്യക്തി തൻ്റെ പുറത്തുള്ള റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ NR ആയിട്ടുള്ള വ്യക്തിക്ക് തൻ്റെ മകൻ, അല്ല ഐ തിങ്ക് ഇറ്റ്സ് മകൻ, റൈറ്റ്? യെസ്, മകന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ കീവേഡ്സ് മാർക്ക് ചെയ്യുക. എന്താ വിഷയം ഇവിടെ? ഒന്ന്, ഗിരീഷ് ഒരു റെസിഡൻ്റ് ആണ്, അയാളുടെ മകൻ ഒരു നോൺ റെസിഡൻ്റ് ആണ്, ആ ചെങ്ങായി മകനാണ്, അത് അടുത്ത വിഷയം. ഇത് ഗിഫ്റ്റാണ്.
ഇതാണ് അടുത്ത വിഷയം. അപ്പം 4 കീവേഡ്സ് വെച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ റെഗുലേഷൻ 10 എത്താൻ വേണ്ടി. ഓക്കെ ആണോ? പറഞ്ഞോ എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറഞ്ഞത്? കണ്ടീഷൻസ് ദ ഡോണി, അതായത് ഗിരീഷ് ഷാൽ ബി എലിജിബിൾ ടു ഹോൾഡ് എ സെക്യൂരിറ്റി അണ്ടർ റെഗുലേഷൻസ്. Gift does not exceed 5% of paid up capital of Indian company. Yes or no? The 5% will be on cumulative basis by single person to another single person. അത് 1-on-1 ആണ് ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത്. Yes or no? The applicable sectoral cap in the Indian company is not breached. Sectoral cap എന്ന് വെച്ചാൽ മാക്സിമം ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡ് ആണ് ഈ പറഞ്ഞ സെക്ടറൽ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവർ റിലേറ്റീവ്സ് ആവണം. റിലേറ്റീവ്സ് നമുക്ക് വേണ്ട ആളെ കിട്ടി, റിലേറ്റീവ്സ് ആവണം. താങ്ക് യു. ഹിസ് എ റിലേറ്റീവ് ആണ്, നമ്മുടെ മകനാണ്, ഗിരീഷിന്റെ മകനാണിത്. ഓക്കെ, അപ്പം അത് കുഴപ്പമില്ല, അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ ലിമിറ്റ് വരുന്നുണ്ട്. ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ടു ബി ട്രാൻസ്ഫേർഡ് ബൈ ദ ഡോണർ വിത്ത് സെക്യൂരിറ്റി ബൈ does not exceed $50,000. ഓക്കെ പറഞ്ഞോ. സോ ഞാനിവിടെ ഡോണി ഈസ് എലിജിബിൾ ടു ഹോൾഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. ഡോണി എന്ന് പറയുമ്പോൾ സോറി പേര് പറഞ്ഞ് മാറിപ്പോയി, സണ്ണാണ് ഉദ്ദേശിക്കുന്നത്. നൗ നമുക്ക് മാറ്ററിലേക്ക് വരാം. കൺക്ലൂസീവ് പാരഗ്രാഫിലേക്ക് വരാം. ഗിരീഷ് intends to transfer shareholding in as a gift to his son, which means the donor is Girish and Dhoni is his son outside India. Son is a relative. ഞാൻ പറഞ്ഞില്ല, സൺ ആണ് റിലേറ്റീവ് ആണ്. 277 റിലേറ്റീവ്സ് ആണ്. Hence Girish can give to shares subject to compliance of other provisions of relation under so and so. ഒന്നുമില്ല, ആൻസർ ഈസ് യെസ്. പറ്റുമോ ഇല്ലയോ? പറ്റും. അതിന്റെ കാരണം എന്താണ്? സൺ ആണ്. സൺ ഈസ് എ റിലേറ്റീവ് ആണ്. റിലേറ്റീവ് അണ്ടർ സെക്ഷൻ 277 ഓഫ് കമ്പനീസ് ആക്ട് ആണ്. നമ്മൾ നമുക്കത് ഇപ്പം ഈ പ്രൊവിഷനിൽ നമ്മൾ റിലേറ്റീവ് ആണ്, ആരാണ് റിലേറ്റീവ്, റിലേറ്റീവ് അല്ല എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി, എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യു ഹാവ് ടു റെഫർ സെക്ഷൻ 277 ഓഫ് കമ്പനീസ് ആക്ട്. ആൻഡ് നൗ again ODA-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റനാണ്. ആദർശ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എൻഗേജ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ intends to make investment in education sector for the year sector in joint venture in USA. ഒന്നുകൂടെ പറയാം. ആദർശ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എൻഗേജ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ, ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ, പേര് കേട്ടില്ലേ. intends to make investment in education sector in a joint venture in USA. പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആദർശ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഒരു ഇന്ത്യൻ എൻറ്റിറ്റിയാണ്. എസ് പറഞ്ഞോ. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫോറിൻ എൻറ്റിറ്റിയിലാണ്. പക്ഷേ ഭാഗ്യം എന്താ അറിയോ? ഭാഗ്യം ഇവരും എഡ്യൂക്കേഷൻ സെക്ടറാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പുറത്തുള്ളവരും എന്താണ്? എഡ്യൂക്കേഷൻ സെക്ടറാണ്. സെയിം സെക്ടറാണ്. അതായത് ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഒരു എൻറ്റിറ്റി ഫോറിനുള്ള മറ്റൊരു എൻറ്റിറ്റിക്ക് എന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്താണ് അവസ്ഥ? ഓക്കെ ആണോ? നോക്കൂ, ഈ പ്രൊവിഷൻ ട്രസ്റ്റുകൾക്ക് മാത്രമാണ്. 9A എന്നുള്ള റെഗുലേഷൻ. രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്, കണ്ടോ, എഡ്യൂക്കേഷണൽ സെക്ടർ സാറ്റിസ്ഫൈങ് ക്രൈറ്റീരിയ ആസ് പെർ ഷെഡ്യൂൾ 3. കണ്ടീഷൻ എന്താണ്? ക്രൈറ്റീരിയ ആസ് പെർ ഷെഡ്യൂൾ 3 ഫുൾഫിൽ ചെയ്യണം. മേ ഇൻവെസ്റ്റ് ഇൻ സെയിം സെക്ടർ. ഞാൻ പറഞ്ഞില്ലേ സെയിം സെക്ടർ, ഞാൻ അന്നേരേ പറഞ്ഞു. എഡ്യൂക്കേഷൻ ആണ് അവിടെയും, എഡ്യൂക്കേഷൻ ഇവിടെയാണ്. എസ് പറഞ്ഞോ. ഇൻ ജോയിന്റ് വെഞ്ചർ ഓർ wholly owned subsidiary WOS outside India with the pre-approve RBI. അപ്പം RBI അപ്രൂവലും വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത 3 കണ്ടീഷൻ ഉണ്ടാവും. ഒന്നെന്താണ്? എഡ്യൂക്കേഷൻ സെക്ടറിന് ഇറ്റ് മസ്റ്റ് ബി എ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ക്യാരിങ് ഔട്ട് എഡ്യൂക്കേഷൻ സെക്ടർ ആവണം. സെയിം സെക്ടറിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് പോകേണ്ടത്. ക്രൈറ്റീരിയ ആസ് പെർ ഷെഡ്യൂൾ 3 ഫോളോ ചെയ്യണം. അപ്രൂവൽ ഓഫ് RBI ഉണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ആദർശ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ US ജോയിന്റ് വെഞ്ചർ. ചിന്തിക്കേണ്ട പോയിന്റ്, ഇപ്പം ഈ ആദർശ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പുറത്തുള്ള ഒരു എന്റർടൈൻമെന്റ് സെക്ടറിലേക്കാണെങ്കിലോ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിലേക്കാണെങ്കിലോ പറ്റില്ല. കാരണം ഈ പ്രൊവിഷൻ റെഗുലേഷൻ 9A is applicable only for സെയിം എൻറ്റിറ്റീസ്. ഒരേ എൻറ്റിറ്റീസിനും ഉള്ളതാണ് ഈ സംഭവം. ഓക്കെ ആണോ? അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ഫെമക്കത്തുള്ള 3 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് പോവാം. വി ആർ ഗോയിങ് ഫോർ സ്പെഷ്യൽ എക്കണോമിക് സോൺ. സോ നമ്പർ 1 എന്താണ്? ഡിഫൈൻ ദ ടേം എക്സ്പോർട്ട് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് 2005. എന്താണ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ? എന്താണ് എക്സ്പോർട്ട്? സോ എനിബഡി, എന്താണ് എക്സ്പോർട്ട് അണ്ടർ സെസ്? സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ പ്രത്യേകത എന്താ അറിയോ? അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്പം ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. ദ വേർഡ് എക്സ്പോർട്ട് ഇസ് എ ബിറ്റ് ഫണി, not funny, it's kind of interesting thing there. Can anybody tell me why
ഈ പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ എന്താ അതിന്റെ പ്രശ്നം എന്താണ്? സംഭവം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് മീൻസ് ഒന്ന് ടേക്കിംഗ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഔട്ട് ഓഫ് ഇന്ത്യ ഫ്രം സെസ്. അത് ലാൻഡ് ആയിക്കോട്ടെ, സീ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, എന്ത് മോഡും ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, അതർവൈസ് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. സോ നമ്പർ 1 എന്താണ്? ഇന്ത്യയിലുള്ള സെസ്സിൽ നിന്നും ഒരു ഫോറിനിലേക്കുള്ള ഒരു യാത്ര, അല്ലേ സോർണോ? 2 സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം DTA ടു എ സപ്ലൈയിങ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഫ്രം DTA ടു എ യൂണിറ്റ് ഓർ ഡെവലപ്പർ. എന്ന് പറഞ്ഞാൽ DTAയിൽ നിന്നും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഡെവലപ്പറിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ എന്താണ് നമ്മൾ എക്സ്പോർട്ടായിട്ടേ കാണുള്ളൂ. 3 സപ്ലൈയിങ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസ് ഫ്രം 1 യൂണിറ്റ് ടു അനദർ യൂണിറ്റ് ഓർ ഡെവലപ്പർ ഇൻ സെയിം ഓർ ഡിഫറൻസസ്. എന്ന് വെച്ചാൽ ഇപ്പം ഇത് സെസ് 1 ആണ്, and now you have got CES 2 here. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിലുള്ള യൂണിറ്റ്, ഇതിവിടെ യൂണിറ്റ് 1 യൂണിറ്റ് 2 ആണെങ്കിൽ ഒരു സെസ്സുള്ള ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താലും ഇനി അങ്ങനെയല്ല. ഇമാജിൻ ഇതൊരു സെസ്സാണ്, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ഇതേ സെസ്സുള്ള മറ്റൊരു യൂണിറ്റിലേക്ക് ഗുഡ്സോ സർവീസോ മാറ്റിയാലും രണ്ടും എന്തായിട്ട് കൂട്ടാം? നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് കണക്കാക്കാം. And now, in order to constitute export, goods or service must be taken out of India. Clause 1. Clause 2, ഇത് deemed export എന്ന സംഭവം എന്താണ്? Goods and service are provided by unit in DTA to unit in CES. അതുപോലെ supplying goods or providing service from one unit to CES to another unit, ഇതും എന്താണ്? ഇതും എക്സ്പോർട്ട്. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ച എക്സ്പോർട്ട് മറ്റ് ആക്ടുകളിൽ ഇന്ത്യക്കുള്ളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തോട്ട് ഗുഡ്സ് സർവീസോ പോയെങ്കിൽ എന്താവുള്ളൂ? എക്സ്പോർട്ട് ആവുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു സെസ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് പോയാലോ, ഒരു സെസ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള യൂണിറ്റ് എയിൽ നിന്നും അതേ യൂണിറ്റ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലോ, എസോർണോ, അതല്ല DTAയിൽ നിന്നും സെസ്സിലേക്ക് വന്നാലോ ഒക്കെ എന്തായിട്ട് കൂട്ടാം? നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കണക്കാക്കാം. ഓൾ ദീസ് വിൽ ബി ട്രീറ്റഡ് ആസ് എക്സ്പോർട്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ, എക്സ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോയി നോക്കിക്കോളൂ. ഇമ്പോർട്ടും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതും ഒന്ന് പഠിച്ചു വെക്കുക. എസോർണോ. സോ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും പ്രത്യേക മീനിങ് ഉണ്ട്. DTA ഒക്കെ നോക്കി വെക്കണം, ഡൊമസ്റ്റിക് പേര് നോക്കി വെക്കണം. അതുപോലെ തന്നെ ഈ സെസ്സിന് ഡെവലപ്മെന്റിലെ അപ്രൂവലിന് എങ്ങനെ പ്രൊസീജിയേഴ്സ് നോക്കി വെക്കണം. അപ്പോൾ ഈ ആക്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. ഒന്ന് ഡെഫിനിഷൻ പാർട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇതിന്റെ സെസ്സിനുള്ള അപ്രൂവൽ റൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ സെസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഇതിൽ വരുന്നുണ്ട്, അപ്കമിങ് ആണ്, പറഞ്ഞുതരാം. ഇനി നമുക്കിനി നമ്മുടെ പ്രിയങ്കരമായ കോമ്പറ്റീഷൻ ആക്ടിലേക്ക് പോവാം. സാർ, ഇത് കോമ്പറ്റീഷൻ ഇമ്പോർട്ടൻ്റ് ആണോ ആക്ടിൽ? ഞാൻ പറഞ്ഞ എല്ലാ ചാപ്റ്ററും പഠിക്കണം എന്ന് പറഞ്ഞു, എല്ലാം ഇക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആണ് എപ്പോഴും കോമ്പറ്റീഷൻ ആക്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിപ്പിക്കുന്ന ഏരിയാസ് ആണ് ഈ രണ്ടും. മറ്റുള്ളതിന് യാതൊരു വില കൊടുക്കുന്നില്ല, അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മറ്റുള്ളവരെക്കാൾ ഏറെ എനിക്ക് അല്പം ഒരു പ്രയോറിറ്റി കൂടുതലുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞ നമ്മുടെ കോമ്പറ്റീഷൻ ആക്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് നമ്മുടെ EBCL ആണെങ്കിൽ പോലും കോമ്പറ്റീഷനും കൺസ്യൂമറും നമുക്ക് അൺടച്ചബിളി ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇൻ്റഗ്രൽ പാർട്ടായിരുന്നു. അതുകൊണ്ട് അതിലെ ക്വസ്റ്റിനിലേക്ക് പോവാം. പ്രശ്നം എന്താ ഇവിടെ? പ്രശ്നം കുറച്ച് മാങ്ങയാണ്. പ്രശ്നം മാങ്ങയോ? യെസ്. മാങ്ങക്ക് എന്ത് പറ്റി? മാങ്ങക്കൊന്നും പറ്റിയിട്ടില്ല. ദ മാംഗോ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലക്നോ, അവർക്കാണ് കുഴപ്പം. The mango producers in Lucknow have entered into an agreement among them whereby they have decided not to sell mango below certain price. എന്ന് പറഞ്ഞാൽ ലക്നൌവിലെ മാങ്ങാ കർഷകർ, അങ്ങനല്ലേ പറയാ, മാവ് എന്തരോ, ഈ മാങ്ങാ കർഷകർ എല്ലാവരും ചേർന്ന് they have made a decision that ഇനി ലക്നൌവിൽ നമ്മളെല്ലാവരും മാങ്ങ വിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വിലക്ക് താഴെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വില മിനിമം കിട്ടിയാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. Yes or no? This arrangement has been made in this arrangement has been made in writing but not intended to be enforced by any legal proceedings. അപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത 147 മാങ്ങാ കർഷകർ ഈ ഒരു തീരുമാനമെടുക്കുകയാണ്. നമ്മൾ ലക്നൌവിൽ 147 പേര് മാങ്ങ വിൽക്കുന്നുണ്ട്. നമ്മൾ 147 പേരും മിനിമം ഇത്ര രൂപ കിട്ടാണ്ട് മാങ്ങ കൊടുക്കുന്നില്ല തീരുമാനിച്ചു. അതാ പിന്നെ എഴുതി ഒപ്പിട്ടേക്ക്. അങ്ങനെ എല്ലാവരും എഴുതി ഒപ്പിട്ടു. Yes or no? ഇത് നമ്മൾ ലീഗലി
നമുക്കിത് എൻഫോഴ്സ് ചെയ്യണമെന്ന് കരുതി സ്റ്റാമ്പ് പേപ്പറിലോ അല്ല അങ്ങനെ ഒന്നും എഴുതിയില്ല, ഒരു ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, അല്ല എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. ഓക്കെ, referring to provisions of Competition Act 2002, examine whether the said arrangement shall fall within the jurisdiction of term agreement within the meaning of the said act. ഇതെല്ലാം അഗ്രിമെന്റ് എന്ന വാക്കിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്നാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന് ആൻസർ പറഞ്ഞു കൊടുക്കണം. ഇത് ഒരു അഗ്രിമെന്റ്, ഇതൊരു അഗ്രിമെന്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമ്മളിപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇതൊരു അഗ്രിമെന്റ് ആണോ അല്ലയോ, വെദർ ഇറ്റ്സ് ആൻ അഗ്രിമെന്റ്. നൗ എന്താണ് ഈ കോമ്പറ്റീഷൻ ആക്ടിൽ എന്താണ് ഈ അഗ്രിമെന്റ് എന്ന വാക്കിന്റെ മീനിങ്? എന്താണ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ അഗ്രിമെന്റ് ഇൻ കോമ്പറ്റീഷൻ ആക്ട്? എന്താണ് കോമ്പറ്റീഷൻ ആക്ടിലെ അഗ്രിമെന്റ്? മക്കളെ, കോമ്പറ്റീഷൻ ആക്ടില് കോൺട്രാക്ട് ആക്ടിലെ അഗ്രിമെന്റ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ, സെക്ഷൻ നമ്പർ 2E അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെക്ഷൻ 2B ആണ് അഗ്രിമെന്റ് എന്താണെന്ന് പറയുന്നത്. അഗ്രിമെന്റ് എന്ന വാക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ A+U+A എന്ന കീവേഡ്സ് മനസ്സിൽ വെക്കണം. എന്താണ് A? A ഫോർ അറേഞ്ച്മെന്റ്. A ഫോർ അറേഞ്ച്മെന്റ്. ഓക്കെ, അറേഞ്ച്മെന്റ് ആവാം. അല്ലെങ്കിലോ U ഫോർ അണ്ടർസ്റ്റാൻഡിങ്. U ഫോർ അണ്ടർസ്റ്റാൻഡിങ്. Again A for action in concert. എസ് പറഞ്ഞോ, നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായി, മറ്റൊരു എന്റർപ്രൈസുമായിട്ട്, ഒരു എന്റർപ്രൈസ് മറ്റൊരു എന്റർപ്രൈസുമായിട്ട് ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു അറേഞ്ച്മെന്റ്, ഇപ്പം നമ്മുടെ ക്വസ്റ്റിൽ വ്യക്തമായിട്ട് അറേഞ്ച്മെന്റ് എന്ന വാക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അഥവാ ധാരണ. ഓക്കെ, ഒരു MOU ഒരു ധാരണ, അല്ലെങ്കിലോ ഒരു ആക്ഷൻ ഇൻ കൺസേർട്ട്, ഇത്തരത്തിൽ മറ്റൊരു ആക്ഷൻ. എന്താ സംഭവം എന്താണ്? ഈ ഒരു അറേഞ്ച്മെന്റോ ആക്ഷനോ ആക്ട് ബാക്കി പറയുന്നുണ്ട്, വെദർ ഓർ നോട്ട് ആണെങ്കിലും അല്ലെങ്കിലും. എങ്ങനെ? വെദർ ഓർ നോട്ട് ഫോർമൽ ആയാലും, ഫോർമൽ റിട്ടൺ ആണെങ്കിലും അല്ലെങ്കിലും, അതുപോലെ ലീഗൽ എൻഫോഴ്സ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും എന്താണ്? അഗ്രിമെന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിത് ലീഗലി എൻഫോഴ്സിബിൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാണോ? വിഷയമുള്ള കാര്യമല്ല. ആണെങ്കിലും അതെ, അല്ലെങ്കിലും അതെ. ഇനി ഇതിന് ഫോർമലി എഴുതി ഒപ്പിട്ട് വെച്ചാണോ, പറഞ്ഞിട്ടേ ഉള്ളോ, എന്താണെങ്കിലും അതെ, എന്തായിട്ട് മാറും? ഇതെല്ലാം അഗ്രിമെന്റ് എന്ന വാക്ക് വന്നു വീഴും. മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഞാനിപ്പം ബേസിക്കലി ഒരു മീറ്റിംഗ് നടത്തിയൊരു തീരുമാനം എടുത്തു. ഞങ്ങളിപ്പം ഈ സ്ഥലത്തുള്ള എല്ലാ ബേക്കറിക്കാരും മീറ്റിംഗ് നടത്തിയ തീരുമാനം എടുത്തു, നമുക്കിനി എല്ലാവർക്കും മുട്ട പഫ്സിന് മിനിമം 25 രൂപ ചാർജ് ചെയ്യണം. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ ബേക്കറിക്കാരും വന്നിട്ടുണ്ട്, ഇനി മുട്ട പഫ്സ് 25 രൂപ കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. മുട്ട പഫ്സ് യൂണിയൻ നമുക്ക് ഉണ്ടാക്കാൻ പോവാണ്, യൂണിയൻ ഓഫ് മുട്ട പഫ്സ്. ഓക്കെ, എനിവേ 25 rupees, ദാറ്റ്സ് ഇറ്റ്, ഫൈൻ. അവർ കാര്യം ചെയ്യും, നമുക്ക് ഈ മീറ്റിംഗിൽ നിന്ന് പാസ്സാക്കിയ പ്രമേയം നമുക്ക് നാളെ എന്ത് ചെയ്യാം, എല്ലാവരും കൂടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നമുക്ക് വെച്ചേക്കാം. ഓക്കെ എന്ന് പറഞ്ഞു. എസ് പറഞ്ഞു. അപ്പം നമ്മൾ എഴുതി വെക്കാന്ന് പറഞ്ഞു. എടോ പിന്നെ ഉണ്ടല്ലോ, സ്റ്റാമ്പ് പേപ്പർ വാങ്ങാനും പോവാനും ഈ അത്രയും പേരെ പോയി കണ്ട് വീണ്ടും ഒപ്പിടിക്കാനൊക്കെ മെനക്കേടായതുകൊണ്ട് കമ്മിറ്റി ആ മുട്ട പഫ്സിന്റെ തീരുമാനം വാക്കാൽ പറഞ്ഞു വെച്ചാൽ, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ ലീഗലി പേപ്പറിൽ എഴുതി വെച്ചൊന്നുമില്ല. എസ് പറഞ്ഞോ. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇപ്പൊ ഈ വാക്കാ പറഞ്ഞു വെച്ചില്ലേ, അത് എഴുതിയിട്ടില്ലല്ലോ, ഇത് അഗ്രിമെന്റ് ആവോ ഇല്ലയോ? നമ്മൾ കോൺട്രാക്ട് ആക്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും പറയാൻ പറ്റും, പക്ഷെ അത് ഇവിടെ ആവശ്യമില്ല. കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അഗ്രിമെന്റ് ആയി കഴിഞ്ഞു, ഇറ്റ് ബിക്കം എൻ അഗ്രിമെന്റ്. സാർ പക്ഷെ ഫോർമലി എഴുതിയിട്ടില്ലല്ലോ. ഫോർമലി എഴുതണ്ട, അതാ പറഞ്ഞേ, എഴുതിയാലും ഇല്ലെങ്കിലും അറേഞ്ച്മെന്റോ അണ്ടർസ്റ്റാൻഡിംഗോ ആയിട്ടുണ്ടോ, ആയാലെന്തായി മാറി, അഗ്രിമെന്റ് ആയിട്ട് മാറി. പക്ഷെ ഇത് ലീഗലി ആപ്ലിക്കബിൾ ആവില്ലല്ലോ, കാരണം സ്റ്റാമ്പ്, അതാ പറഞ്ഞ, ലീഗലി ആപ്ലിക്കബിൾ ആണെങ്കിലും അല്ലെങ്കിലും, എഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ അറേഞ്ച്മെന്റോ അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ആക്ഷൻ കൺസേർട്ടോ ഉണ്ടോ, എന്തായി മാറി, അഗ്രിമെന്റ് ആയിട്ട് മാറി. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ? അഗ്രിമെന്റ് ഒരു വിശാലമായ കോൺസെപ്റ്റ് ആണ്, അല്ല ചെറിയ സാധനം അല്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സെക്ഷൻ 2B ഞാൻ പറഞ്ഞില്ലേ, അതേ സാധനം വരുന്നുണ്ടോ? 2B, agreement includes arrangement A, understanding U or rational consent A, whether or not such arrangement, understanding or സംഭവം is formal writing ആയാലും അല്ലെങ്കിൽ ലീഗൽ എൻഫോഴ്സ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്താണ്, ഇതൊക്കെ അഗ്രിമെന്റ് ആണ്. ഓക്കെ ആണോ? ആ ഡെഫിനിഷൻ നമുക്ക് ഇത്രയും സാധനം പഠിച്ചപ്പോഴത്തേനും കിട്ടിയോ ഇല്ലയോ? അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമുക്ക് EBCL ചില കാര്യങ്ങൾ ബൈ ഹാർട്ട് ഉണ്ടാകാം, മനസ്സിലാക്കി ബൈ ഹാർട്ട് ഉണ്ടാക്കാം. എന്ന് പറഞ്ഞു. അപ്പോൾ തിയറി പഠിക്കാൻ ഒരു കലയുണ്ട്.
തിയറി പഠിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിയറി പേടിയാണെങ്കിൽ മക്കളെ നമ്മളെ പഠിക്കേണ്ട പോലെ പഠിച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ബേസിക് ആയിട്ടും എല്ലാ കാര്യങ്ങളും ബേർഡൻ അടിച്ച് കാണാപ്പാഠം പഠിക്കാനൊന്നും ആവശ്യമേ ഇല്ല, തിയറി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഐ എം ഗിവിങ് യു ദാറ്റ് മച്ച് എഷ്യൂരിറ്റി ദാറ്റ് ഇതെല്ലാം കാണാപ്പാഠം പഠിക്കേണ്ടത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആ മൂഡിലിരുന്ന് പഠിക്കേണ്ട പോലെ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, സംഭവം കിട്ടിക്കോളും. ഓക്കെ, സോ മറക്കണ്ട AUA, അറേഞ്ച്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, ആക്ഷൻ, കൺസെപ്റ്റ്. ഫോമൽ ആണെങ്കിലും അല്ലെങ്കിലും, ലീഗൽ ഫസൽ ആണെങ്കിലും അല്ലെങ്കിലും, അഗ്രിമെന്റ് ടു ബി, യെസ്, മറക്കണ്ട. ഇനി ബാക്കി എന്താണ്? ദസ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ കോട്ടൺ പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് കോട്ടൺ പ്രൊഡ്യൂസ് ബൈ ദം ഷാൾ നോട്ട് ബി സോൾഡ് ടു മിൽസ് ബിലോ സർപ്ലസ് ഈസ് ആൻ അഗ്രിമെന്റ് ആസ് പെർ 2B ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ഈവൻ തോ ഇറ്റ് ഇസ് നോട്ട് ഇൻ ടു ബി എൻഫോഴ്സ്ഡ് ബൈ ലീഗൽ പ്രൊസീഡിംഗ്സ്. യെസ് ഓർ നോ? അതെന്ത് കൂടിയാണ്? അതൊരു ആന്റി കോമ്പറ്റീവ് അഗ്രിമെന്റ് ആണ്, സെക്ഷൻ 3 പ്രകാരം. ഓക്കെ ആണ്? യെസ് ഓർ നോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് നിങ്ങൾ മറന്നു പോവാൻ പാടുള്ളതല്ല. കോമ്പറ്റീഷൻ ആക്ട് പഠിക്കുന്ന എല്ലാവർക്കും ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എന്തെല്ലാം മറന്നാലും എൻ്റെ പൊന്നു മക്കളെ ഇവരെ മറക്കരുത്. ആരെ? സെക്ഷൻ 3 മറക്കരുത്, സെക്ഷൻ 4 മറക്കരുത്, സെക്ഷൻ 5 മറക്കരുത്. 3 എന്താണ്? ആന്റി കോമ്പറ്റീവ് എഗ്രിമെന്റ് ആണ്. 4 എന്താണ്? അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ ആണ്. 5 എന്താണ്? കോമ്പിനേഷൻ ആണ്. 3-ൽ തന്നെ വീണ്ടും നമ്മൾ 3/3-4 പഠിക്കണം. യെസ് ഓർ നോ? 3/3 ഉണ്ട്, 3/4 ഉണ്ട്. അതും നിങ്ങൾ മറക്കാൻ പാടുള്ളതല്ല. സാർ എന്താണ് സാർ ഈ 3/3-4 എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ അതിൻ്റെ കാര്യം? എന്താണ് കാര്യം? 3/3-4 ഉണ്ട്. 3-ൽ നമുക്ക് ഹൊറിസോണ്ടൽ അഗ്രിമെന്റ്സ് പഠിക്കാനുണ്ട്, 4 വേർട്ടിക്കൽ അഗ്രിമെന്റ്സും പഠിക്കാനുണ്ട്. അപ്പം പ്രധാനപ്പെട്ട പ്രോസസ്സാണ് മക്കളെ, ഒന്നും മറന്നു പോകരുത്. കോമ്പറ്റീഷൻ ആക്ടിന്റെ PDF നോട്ട്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ലാസ്റ്റ് മിനിറ്റിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ വരച്ച് വെച്ചേക്കുന്ന പോലെ അങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്, ലെക്ചർ നോട്ട്സ് ആണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഞാനത് കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ആഡ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തേക്കാം. മിസ് പറഞ്ഞു അത്യാവശ്യം റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ആക്സിൻ്റെ നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റെഫറൻസിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അത് വെച്ച് പഠിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് മിനിറ്റ് റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൊവിഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇതുപോലെ കണക്ട് പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഡു ലെറ്റ് മീ നോ കമന്റ് ബോക്സ്. ഓക്കെ, ആൻഡ് നൗ explain the term goods as per Companies Act, Competition Act 2002. സാർ എന്തൊരു സില്ലി ക്വസ്റ്റൻ ആണ് സാർ, അതെന്താ അങ്ങനെ വെച്ചേക്കുന്നത് സാർ? ഇത് ഇത്രയും വലിയ ആക്ട് ആയിട്ട് സാറിന് ഇത്രയും സില്ലി ക്വസ്റ്റിനെ കിട്ടിയോളൂ സാർ? ഗുഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ സാർ? വൈ സാർ? എന്നാൽ ഞാൻ കാണിച്ചു കേട്ടെ. എന്നാൽ ഗുഡ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ചെയ്യട്ടെ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഗുഡ്സും കോമ്പറ്റീഷൻ ആക്ടിലെ ഗുഡ്സും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് ഒന്നാം ക്വസ്റ്റ്യൻ. രണ്ടാം പോയിന്റ്, ഒരു IPOയിൽ, അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ ഞാൻ നിങ്ങൾക്കൊരു ഷെയർ ഇഷ്യൂ ചെയ്യാം എന്ന റൈറ്റ്, അതായത് നിങ്ങൾക്കൊരു റൈറ്റ് കിട്ടി, ഇത്ര ഷെയർസിന് റൈറ്റ്സ് കിട്ടുന്നു. യെസ് ഓർ നോ? ഈ റൈറ്റ്സ് നിങ്ങൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അത് ഗുഡ്സ് ആയിട്ട് കൂട്ടുപോയില്ല. ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്നാൽ എൻ്റെ കൂടെ വാ, ഗുഡ്സ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഓക്കെ, സി ഗുഡ്സ് മീൻസ് ഗുഡ്സ് ആസ് ഡിഫൈൻഡ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സാറിലെ ചോദിച്ചേ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതിവിടെ പറഞ്ഞില്ലേ സെയിം ആണെന്ന്? ആണോ? ഒന്നുകൂടെ നോക്കി. ഗുഡ്സ് മീൻസ് ഗുഡ്സ് ആസ് ഡിഫൈൻഡ് ഇൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് വെച്ചാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഗുഡ്സ് മാത്രമല്ല, അതിന്റെ കൂടെ എക്സ്ട്രാ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് പ്രോസസ്ഡ് അവർ മൈൻഡ്, ഡിബഞ്ചർ സ്റ്റോക്സ് ഷെയർസ് ആഫ്റ്റർ അലോട്ട്മെന്റ് in relation to goods supply, distributor controlled in India, goods imported in India. Yes or no? ഇനിയും ചിന്തിക്കേണ്ട പോയിന്റ്, ഗുഡ്സ് പ്രൊപ്പോസ് ടു ബി ഇമ്പോർട്ട് ടു ഇന്ത്യ ആർ നോട്ട് ഗുഡ്സ്. They become goods only when they are actually imported into India. Case law ഉണ്ട്, ഹരിദാസ് എക്സ്പോർട്സ് വേഴ്സ് ഓൾ ഇന്ത്യ ഫ്ലോർ ഗ്ലാസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. ഇപ്പോൾ ഇമാജിൻ ഞാനൊരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഗ്രിമെന്റ് പറയുന്ന ആ ഗുഡ്സിനെ ഇപ്പോഴേ കോമ്പറ്റീഷനിലെ ഗുഡ്സ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഗുഡ്സിങ് എത്തട്ടെ എന്നിട്ട് എന്ത് ചെയ്യാം? ഗുഡ്സ് ആയിട്ട് നമുക്ക് കൂട്ടാം. കണ്ടോ എന്തെല്ലാം കോംപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പം ഇനി ഞാൻ പറയാം, ഞാൻ ചോദിച്ച ക്വസ്റ്റൻ അറിയോ? ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ നിങ്ങൾക്ക് ഷെയർസ് കിട്ടാനുള്ള റൈറ്റ്സ് മാത്രം കിട്ടി, ഷെയർസ് കിട്ടിയിട്ടുള്ള ഗുഡ്സ് ആണോ ഇല്ലയോ?
അല്ലേ? എക്സാം ക്വസ്റ്റ്യൻ വന്നേക്കാം. നിങ്ങൾക്ക് ഷെയർസ് കിട്ടാനുള്ള റൈറ്റ്സ് വന്നു, ഷെയർസ് കിട്ടിയിട്ടില്ല, അലോട്ട് ആയിട്ടില്ല. നോക്കൂ, ഡിബഞ്ചർ സ്റ്റോക്ക് ഷെയർസ് ആഫ്റ്റർ അലോട്ട്മെന്റ്. കണ്ടോ ഈ ചെറിയ വാക്ക് കണ്ടോ? ഈ ചെറിയ വാക്കിൽ നിന്നാണ് 4 മാർക്കിന്റെ ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ വന്നേക്കണേ. ഈ ആഫ്റ്റർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ജസ്റ്റ് ഗുഡ്സ് വി ഹാവ് ലേൺ ദാറ്റ് ഇൻ കോപ്പറ ഗുഡ്സ് പഠിച്ചിട്ടുണ്ട്. കോപ്പറ മീൻസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ട്, സെയിൽ ഗുഡ്സ് ആക്ട് പഠിച്ചിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പഠിച്ചിട്ട് ലീഗൽ മെട്രോളജി ഉണ്ട്. ഓ മൈ ഗോഡ്, ഗുഡ്സ്, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഗുഡ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞത് അറിയാം മക്കളെ, നമുക്ക് ക്ലാസ് എത്രത്തോളം ശ്രദ്ധിച്ചു കിട്ടുന്നു അതൊക്കെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കും ഓരോ സെഷനിലും, നമുക്കിത് അറിയാവുന്നതാണ്, അറിയത്തില്ല, നമുക്കിത് ഞാൻ കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ ക്ലാസ് ഒക്കെ നമ്മൾ ബേസിക്കലി സാർ ഈ ചാപ്റ്റർ ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഭംഗിയാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുന്നില്ല കാരണം ഇത് ഓൾറെഡി പഠിച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരിക്കലും നമ്മൾ ആരും പഠിച്ച് തീരുന്നില്ല. നമ്മൾ ആരും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീരുന്നില്ല. നമുക്ക് ഓരോ വട്ടം എടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു എന്നുള്ളിടത്തല്ലേ നമ്മുടെ എഡ്യൂക്കേഷന്റെ. ഞാനിപ്പോൾ സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് വാനിഷ് ആവാണെ പേടിക്കണ്ട, ഞാൻ ബാക്കോട്ട് മറിഞ്ഞ് വീഴുന്നതായിരിക്കും. നമ്മൾ എല്ലാം എഴുന്നേറ്റ് വന്നോളാം. ഓക്കെ, എനിവേ ശരി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? മറന്നു വിടും, എന്തോ ഉപദേശമായിരുന്നല്ലേ. ക്ലാസ് മിസ്സാക്കരുത്. കാരണം എന്തെങ്കിലും പുതിയ കാര്യം നമുക്ക് കിട്ടും. ഓക്കെ, ക്ലാസ് എന്നല്ല, ഇത്തരം സെഷൻസ് ഒക്കെ ആണെങ്കിലും ഒന്നും മിസ്സാക്കരുത്. യു ആർ ഗെറ്റിംഗ് എ വാല്യൂബിൾ ഇൻഫർമേഷൻ ഫോർ റൈറ്റ്. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് വെൻ വി വർ വേണ്ട, അപ്പോൾ എനിക്ക് പ്രായം കൂടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. വേണ്ട, ഒന്നുമില്ല, വായിച്ചാൽ. സോ നൗ 7th പോയിന്റ്, M&O ടയേഴ്സ് ലിമിറ്റഡ് ഈസ് ഇൻ ദ മാനുഫാക്ചർ. അയ്യോ, ഞാൻ പറയാൻ മറന്നു വരിക, ഒരു മിനിറ്റ്. ഷെയർസിന്റെ കേസിൽ മക്കളെ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഷെയർ കിട്ടിയെങ്കിൽ മാത്രമേ ഷെയർ കിട്ടുള്ളൂ. അതായത് ഷെയർസ് കിട്ടും എന്നുള്ള അവസ്ഥയാണെങ്കിൽ റൈറ്റ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഷെയർസ് അലോട്ട് ആയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഗുഡ്സ് ആവില്ല. ഷെയർ കൈ കിട്ടട്ടെ എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യാം, ഗുഡ്സ് ആയിട്ട് കൂട്ടാം. അതുപോലെ ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ല, ഇമ്പോർട്ട് ചെയ്താൽ കയ്യിൽ വരട്ടെ, അപ്പോഴേ ഗുഡ്സ് ആയിട്ട് കൂട്ടുകയുള്ളൂ. ഈ 2 പോയിന്റ് മാർക്കരുത്, അതിനുവേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റൻ ഇട്ടേക്കുന്നത്. ഓക്കെ, കേസ് ലോയും കൊടുത്തിട്ടുണ്ടേ. 7th പോയിന്റ്, M&O ടയേഴ്സിന്റെ കേസാണ്. എന്താ പ്രശ്നം? എന്താണ് ഇവര് ഓട്ടോമാറ്റിക് ടയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നു കഴിഞ്ഞ 1 കൊല്ലമായിട്ട്. അതാണോ പ്രശ്നം? അല്ല. പിന്നെയോ, ഇവർക്ക് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ട് അവർ ചെയ്ത കാര്യം ടയറിന്റെ വില കുറച്ച് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഓക്കെ, ടയർ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5000 രൂപയാണ് ഒരു ടയറിന് മുകളിൽ. അവർ നിലവിൽ ടയർ വിറ്റുകൊണ്ട് നിൽക്കുന്നത് 6000 രൂപയ്ക്കാണ്. അപ്പോൾ അവർ വില കുറയ്ക്കാൻ പോകുന്നത് ഈ 6000 കുറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ദ കമ്പനി സ്റ്റാർട്ടഡ് സെല്ലിംഗ് ടയേഴ്സ്. അവർ വില കുറച്ച് 5200 പെർ ടയറിന് വിറ്റു തുടങ്ങി. യെസ് ഓർ നോ? അപ്പം മറ്റുള്ള ടയർ മാനുഫാക്ചറേഴ്സ് CCI അഥവാ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അതായത് M&O ടയേഴ്സ്, അയ്യോ CCI ഓടിവായോ, M&O ടയേഴ്സ് എന്തുവായത്? M&O ടയേഴ്സ് പ്രിഡേറ്ററി പ്രൈസിങ് നടത്തുന്നു. അതെന്തോ സംഭവം? സംഭവം എന്താടോ? പ്രിഡേറ്ററി പ്രൈസിങ് നടത്തുന്നു. എന്തിനു വേണ്ടി നടത്തുന്നത്? അതെന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താ നടത്തുന്നതാണ്? ഫോർ റെഡ്യൂസിങ് ദ കോമ്പറ്റീഷൻ ഓർ എലിമിനേറ്റിംഗ് കോമ്പറ്റീഷൻ. ഇവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇമാജിൻ അടുത്തടുത്ത് ഒരു 5 ചായക്കടയുണ്ട്. അപ്പൊ ഞാനൊരു ചായക്കട നടത്തുന്നു. നമുക്ക് ഈ 5 ചായക്കടക്കാർക്കും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനുള്ള ആവറേജ് കോസ്റ്റ് 5 രൂപയാണെന്നിരിക്കട്ടെ. നമ്മളെല്ലാവരും ഈ ചായ ഏകദേശം ഒരു 8 രൂപ 9 രൂപ അല്ലെ 8-9 രൂപയ്ക്ക് നമ്മൾ എന്തെന്നു ചായ വിൽക്കുന്നു. ചില 8 രൂപയ്ക്ക്, ചില 9 രൂപയ്ക്ക്, ചില 10 രൂപയ്ക്ക്, 8-9-10 റേറ്റ് വിൽക്കുന്നു. എത്ര കോസ്റ്റ്? എത്ര? നമുക്ക് 5 രൂപ. മനസ്സിലായിട്ടുണ്ടോ? അത് 5 ചായക്കടയുണ്ട്, 5 പേർക്കും ആവറേജ് 5 രൂപ ചായക്ക് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ അത് ഒരു 8-9-10 രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടി മാർജിനിട്ട് വിൽക്കുന്നു. പക്ഷെ ഞാൻ ഈ ചായ കച്ചവടം ബാക്കി 4 പേരെക്കാളും എനിക്ക് ക്ലയൻസ് കൂടുതൽ വരണം, എനിക്ക് കച്ചവടം നടക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ചായ എനിക്ക് എത്ര ചിലവ് വരുന്ന 5 രൂപ അല്ലേ, ഞാൻ 6 രൂപ ചായ വിൽക്കുന്നു. ലാഭം വല്ലാണ്ട് കുറച്ച്, വില വല്ലാണ്ട് കുറയുന്നു, ലാഭം വല്ലാണ്ട് കുറയുന്നു. ബാക്കിയുള്ള 8-9 വിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനും 8 രൂപയ്ക്ക് ഒരു ചായ ഞാനിപ്പം 6 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം സ്വാഭാവികം വില കുറഞ്ഞ ചായ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു.
അപ്പം മറ്റു ചായക്കടക്കാർ എന്ത് ചെയ്തു? അവർക്കൊരു പ്രശ്നം പോലും. ഞാൻ അവരുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ ഫീൽഡിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, അതായത് ചുരുക്കി പറഞ്ഞാൽ പണ്ടൊരു പഴഞ്ചൊല്ലിട്ടെ, അങ്ങനെ നാത്തുപതേ മതി, അതുപോലെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് നഷ്ടം കുറഞ്ഞ് പണ്ടാണെങ്കിലും കുഴപ്പമില്ല, അവന്മാർ പുറത്തു പോകണം, അവരെ പുറത്തി അടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഞാൻ 8 രൂപയ്ക്ക് ഒരു ചായ അല്ല 9 ചായ 6 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ് അവരുടെ കംപ്ലൈന്റ്. യെസ് ഓർ നോ? അതുപോലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6000 രൂപ ടയർ വിറ്റുകൊണ്ടുന്ന ഒരു കമ്പനി, അവരുടെ കോസ്റ്റ് 5000 രൂപയാണ്, 1000 രൂപ പ്രോഫിറ്റ് ഉള്ളവർക്ക്. അവരിപ്പോൾ 5200 വിൽക്കുന്നു. എന്തിനു വേണ്ടി? ബാക്കിയുള്ളത് പുറത്താക്കാൻ വേണ്ടി. ഓക്കെ, അതിനവർ ചെയ്യുന്ന എന്താണ്? പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയും. ഓക്കെ സാറിനോ? അപ്പം ബേസിക് ആയിട്ടും ഈ ക്വസ്റ്റ്യനിൽ പ്രിഡേറ്ററി പ്രൈസിങ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയണം? സെക്ഷൻ 4 അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ പ്രകാരം എന്താണ് പ്രിഡേറ്ററി പ്രൈസിങ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാളും താഴ്ത്തി വെക്കുന്നു. എന്തിനു വേണ്ടി? കോമ്പറ്റീഷനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. അതാണെന്ത്? പ്രിഡേറ്ററി പ്രൈസിങ്. ചിന്തിക്കേണ്ട പോയിന്റ് ഇങ്ങനെ എഴുതിയാൽ മതി. പ്രിഡേറ്ററി പ്രൈസിങ് ഇസ് ഈക്വൽ ടു എന്താ? ഈക്വൽ ടു അല്ല, പ്രൈസിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രൈസിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വെൻ സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാളും താഴ്ത്തി നിങ്ങൾ സെല്ല് ചെയ്യുമ്പം എന്താവും? പ്രിഡേറ്ററി പ്രൈസിങ് ആവും എന്ന് പറഞ്ഞാൽ ശരി തെറ്റോ? തെറ്റ്. പിന്നെയോ എന്തിനങ്ങനെ ചെയ്യുന്നു? വൈ ലൈക്ക് ദിസ്? എന്തിനു ചെയ്യുന്നു? ഉത്തരം, വി വാണ്ട് ടു എലിമിനേറ്റ് കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെ ഞാൻ വില കുറച്ച്, ഞാൻ ചട്ടാലും കുഴപ്പമില്ല, വില കുറച്ച് കോമ്പറ്റീറ്റേഴ്സിനെ ഞാൻ ഇല്ലാണ്ടാക്കും. യെസ് ഓർ നോ? അല്ലെങ്കിലോ എലിമിനേറ്റ് ചെയ്യണ്ട, നടേശ കൊല്ലണ്ട, എലിമിനേറ്റ് ചെയ്യണ്ട, പിന്നെയോ റെഡ്യൂസ് ചെയ്താൽ മതി. റെഡ്യൂസ് കോമ്പറ്റീഷൻ. അതാണെന്ത്? നമ്മുടെ ഈ പറയുന്ന പ്രൊഫഷൻ. അപ്പോൾ ഇനി നിങ്ങളാണ് ബാക്കി പറയേണ്ട ആൾക്കാർ. നിങ്ങളെ CS ആയ ഭാവി CS ആയ നിങ്ങളെ വിളിച്ച് ക്ലയൻറ്റ് ചോദിക്കുകയാണ്, സാർ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കോമ്പറ്റീറ്റർ അവൻ്റെ കോസ്റ്റ് 5000 രൂപയുള്ളൂ, അവൻ 5200 സാധനം വിൽക്കുന്നു, 6000 രൂപ കിട്ടണം, എങ്ങനെയാണ് ഇപ്പം പെട്ടെന്ന് വില കുറച്ചേക്കുന്നത്? അത് ഞങ്ങൾ മാത്രം ഉദ്ദേശമാണ്, ഇത് പ്രിഡേറ്ററി പ്രൈസിങ് അല്ലേ? നമുക്ക് CCA ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ എന്താണ് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കംപ്ലൈൻറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? സെക്ഷൻ 4 അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷനിൽ താഴെ വരുന്ന ഒന്നാണ് പ്രിഡേറ്ററി പ്രൈസിങ്. ഓക്കെ, പക്ഷെ അത് ഇവിടെ ഏക്കില്ല. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 5000 അല്ലേ? അത് എത്രക്കാ വിൽക്കുന്ന? 5200 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാളും താഴ്ത്തി വിറ്റാൽ മാത്രമേ. ഒരു 4800 ആണെങ്കിൽ നമുക്കിപ്പോൾ തകർക്കായിരുന്നു, നമുക്കിപ്പോൾ പൊളിച്ചാൽ നമ്മളിപ്പോൾ തകർന്നു കൊടുത്തേ. പക്ഷേ ഏട്ടായി ഇപ്പോൾ ഇവര് 5200 വിൽക്കുന്നത്, കോസ്റ്റ് 5000 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയനിൽ നടക്കുകയില്ല. ഇൻ ദ ഗിവൻ കേസ് 5200 വിച്ച് ഇസ് നോട്ട് ബിലോ കോസ്റ്റ് ഹാസ് നോട്ട് ഇൻവോൾവ് ഇൻ പ്രൈസിങ്. അതുകൊണ്ട് അബ്യൂസ് എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടല്ലോ എന്താണെന്ന്? യെസ് ഓർ നോ? പ്രിഡേറ്ററി പ്രൈസിങ് എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോപ്രയിലേക്ക് ഒന്ന് പോയിട്ട്. കോപ്ര ഒരു സ്മോൾ സ്കെയിൽ ഓൺട്രപ്രണർ എൻഗേജിങ് 25 വർക്കേഴ്സ്. അയ്യോ പാവം. പർച്ചേസ്ഡ് എ ടേണിംഗ് മെഷീൻ ഫ്രം വൈ. From Y, which was found defective. X want lodge a complaint against Y with a consumer forum for compensation. Advice X. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതിലെ പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഓഫ് ഗുഡ്സ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ ആരാണ് കൺസ്യൂമർ എന്ന് നന്നായിട്ട് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആക്ട് പഠിക്കുന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ആരാണെന്നും ആ ഒരു കോൺസെപ്റ്റും വൃത്തിയായിട്ട് പഠിക്കാണ്ട് നടപടിയാവൂല. സോർണോ? കൊമേഴ്ഷ്യൽ പർപ്പസിനോ റീസെയിലിനോ വേണ്ടി നിങ്ങൾ ഗുഡ്സ് മേടിച്ചാൽ എന്തല്ല? കൊമേഴ്ഷ്യൽ പർപ്പസിനോ റീസെയിലിനോ വേണ്ടി നിങ്ങൾ ഗുഡ്സ് മേടിച്ചാൽ എന്തല്ല അതിന് നമ്മൾ ഗുഡ്സായിട്ട് കൺസ്യൂമറായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾ ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടി, ഒരു മിനിറ്റ് ഇടും. ഓക്കെ, നിങ്ങൾ ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടി ഗുഡ്സ് മേടിച്ചാൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് നിങ്ങളുടെ എന്താ പറയുക, ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ അല്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കുക അങ്ങനത്തെ കൂട്ടൊരു ഡെയിലി ഏൺ ചെയ്യാൻ വേണ്ടിയാണ്, കുഴപ്പമില്ല.
പക്ഷേ എടോ 25 വർക്കേഴ്സുള്ള വർക്ക്ഷോപ്പിലേക്ക് ഒരു സാധനം മേടിച്ച് പറഞ്ഞിട്ട് സാധനം ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയി പോയില്ലേ? നമ്മൾ ഒരുപാട് നിയമം പഠിക്കണ്ട, കോമൺ സെൻസ് വെച്ച് ആലോചിക്കേ. 25 വർക്കേഴ്സുള്ള വർക്ക്ഷോപ്പ്. സാറേ ഞാനൊരു പാവപ്പെട്ടവൻ, ദിവസത്തെ എല്ലാ വരുമാനത്തിന് വേണ്ടി. അങ്ങനെയല്ല, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയി പോയി. അതുകൊണ്ട് നിങ്ങൾ മേടിച്ച മെഷീൻ അതിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു കൺസ്യൂമർ അല്ല. നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ആണെന്ന്. As per definition of consumer defined in the Consumer Protection Act, if person purchase goods for commercial purpose, then he is not a consumer and no benefit under act be available to him. Yes or no? Commercial purpose does not include consumer goods മേടിക്കുന്നതിന് വേണ്ടി exclusively for the purpose of earning his livelihood. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ 25 വർക്കേഴ്സ് ഉണ്ട്, വർക്ക്ഷോപ്പിലേക്ക് വേണ്ടി മേടിച്ചെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തല്ല, അത് ലൈവ്ലിഹുഡിന് വേണ്ടിയല്ല, പിന്നെയോ അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആണ്. അതുകൊണ്ടോ ദസ് ഹി വിൽ നോട്ട് സക്സീഡ് ഇൻ ഗെറ്റിംഗ് എനി കോമ്പൻസേഷൻ അണ്ടർ കോപ്പർ ആക്ട് 1986. സിമ്പിൾ ആസ് ദാറ്റ്. മനസ്സിലായിട്ടുണ്ടോ? അത്രയേ ഉള്ളൂ അതിൻ്റെ പോയിന്റ്. Now Raman purchased a car by taking a loan from a bank and gave post-dated checks to bank, not only in respect of repayment of loan installment, but also towards premium of insurance policy for succeeding 3 years. On the expiry of the policy in first year, the bank failed to get the policy renewed for second year. In the meantime, the car met with an accident. Raman brought an action against the bank for deficiency in service under Consumer Protection Act. Will he succeed? Will he succeed? ഇത് ഒരു കേസ് ലോ വെച്ച് ആൻസർ ചെയ്യണം. പ്രത്യേകം മാർക്ക് ചെയ്യുക. പ്രദീപ് കുമാർ ജെയിൻ വേഴ്സസ് സിറ്റി ബാങ്ക് എന്ന കേസാണ്. കഥ മനസ്സിലാകാത്തവർക്ക് വേണ്ടി മലയാളത്തിൽ ഞാൻ കഥ പറഞ്ഞുതരാം. ഇവിടെ ഒരു മിസ്റ്റർ രാമൻ ഒരു കാറ് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പറഞ്ഞോ, ഈ ലോൺ എടുത്തു കഴിഞ്ഞ് ഈ ലോണിന്റെ ഇനീഷ്യൽ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ വേണ്ടി പുള്ളി ചെയ്തു കുറെ ചെക്ക് ലീഫ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇനീഷ്യൽ ഇൻസ്റ്റാൾമെന്റ് ചെക്ക് ലീഫ് വഴി എനിക്കുള്ള പോവുക, അങ്ങനെയാണല്ലോ എൻ്റെ പതിവ്. ആ ചെക്ക് കൊടുത്തു. അത് മാത്രമല്ല പുള്ളി എന്ത് ചെയ്തു, ഈ 3 വർഷത്തേക്കുള്ള കാറിന്റെ ഇൻഷുറൻസ് പ്രീമിയം ഇല്ലേ, അതിനുള്ള ചെക്ക് കൂടെ 3 എക്സ്ട്രാ ചെക്ക് കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബാങ്കിന്. ആദ്യത്തെ ഇയർ 1, ഇയർ 2, ഇയർ 3 ബാങ്ക് ആ ചെക്ക് കൊടുത്തോളൂ. അങ്ങനെ ബാങ്കിനെ ഏൽപ്പിച്ചു. ബാങ്ക് ഈ ചെക്ക്, ഇൻഷുറൻസിന്റെ ചെക്ക് ഉണ്ടല്ലോ, അത് പേ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ മറന്നുപോയ സമയത്ത് പക്ഷെ ഇയാൾ എന്താ വിചാരിക്കുന്നത്, ഞാൻ ചെക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ബാങ്ക് അടച്ചിട്ടുണ്ടാവും, ഇൻഷുറൻസ് റിന്യൂ ആയിട്ടുണ്ടാവും വിചാരിച്ച് പുള്ളി ഒന്ന് കാർ എടുത്തു പോയി. ആ കാർ വല്ല എവിടെയോ കൊണ്ട് ഇടിച്ച് നഷ്ടം ഉണ്ടായത്രേ. അപ്പം നഷ്ടം ഉണ്ടായപ്പം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യല്ലോ ഈ പറഞ്ഞ കസ്റ്റമർ. അപ്പോഴാണ് ബാങ്ക് പറഞ്ഞത്, സാർ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ഇൻഷുറൻസ് അടക്കാൻ മറന്നുപോയായിരുന്നു, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ പറഞ്ഞ ഇയാള് അപ്പോഴും പറഞ്ഞു പുള്ളി, ശരിയാവില്ല, ഡെഫിഷ്യൻസി സർവീസ് 1000 വട്ടം പറഞ്ഞല്ലോ തന്നെ അടക്കാൻ വേണ്ടി, എനിക്ക് 3 ചെക്ക് ലീഫ് എന്ന പിന്നെ എന്തിനു വേണ്ടിയാണോ തന്നെ അടക്കേണ്ട, തന്നെ നിങ്ങളുടെ ഉത്തരത്തിൽ അടക്കണം എന്നുള്ളത്, ഇതൊക്കെ പറഞ്ഞ് ചൂടായ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ്. സുപ്രീം കോർട്ട് held that there is no deficiency in service because the obligation to renew policy was on the appellant alone. പോളിസി ആരുടെയാ? ബാങ്കിന്റെ? എന്റെയോ? എന്റെ അല്ലേ? അപ്പൊ ഉത്തരവാദിത്തം ആര് കാണിക്കണം? ഞാൻ കാണിക്കണമായിരുന്നു. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ബട്ട് മിയർലി പാസിംഗ് ഓൺ 2 ചെക്സ് ടു ബാങ്ക് ഫോർ ബീയിങ് പെയ്ഡ് ടു ഇൻഷുറൻസ് കമ്പനി, ദ അപ്പലന്റ് വുഡ് നോട്ട് അബ്സോൾവ് ഹിംസെൽഫ് ഫ്രം ലയബിലിറ്റി ടു റിന്യൂ പോളിസി. ഞാൻ ചെക്ക് കൊടുത്തോ ഇല്ലയോ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അത് റിന്യൂവിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ബാങ്കിനല്ല, എനിക്ക് തന്നെയാണ്. ദ അപ്പലന്റ് ഓൾസോ ഹാസ് സർട്ടൻ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ദ മാറ്റർ ഓഫ് ഒബ്റ്റൈൻ പോളിസി ആൻഡ് ക്യാൻ നോട്ട് മിയർലി പാസ് ദ ബാങ്ക് സംബഡി എൽസ്. അതുകൊണ്ട് വേറൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് ഉത്തരവാദിയല്ല. അതുകൊണ്ട് നമുക്ക് ഡെഫിഷ്യൻസി സർവീസ് നമുക്ക് സ്ഥാപിക്കാനും പറ്റുകയില്ല. യെസ് ഓർ നോ? ഓക്കെ ആണോ? അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് കേസാണ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഇനി ഹെൽത്ത് ഫുഡിലേക്ക് വരാം. ഹെൽത്ത് ഫുഡോ സംഭവം എന്താണ്? വാട്ട് ഇസ് ഹെൽത്ത് ഫുഡ്? ഹെൽത്ത് ഫുഡ് ഗേവ് an advertisement in daily newspaper for its pre-packed snacks mentioning retail price of its package. However, in the advertisement, neither the net quantity nor the number of snacks contained in the package is given. What are the legal provisions regarding advertisement given by health food is appropriate, sufficient ആണോ എന്നാണ് ചോദ്യം. അതാണ് എൻ്റെ ചോദ്യം. Yes or no? Yes or no? Now, listen carefully. പ്രശ്നം എന്താ അറിയോ? ഞാനൊരു പുതിയ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് അങ്ങനത്തെ കാര്യം ചെയ്യാൻ പോവാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട കാഡ്ബറി ബൈറ്റ്സ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. കാഡ്ബറി ബൈറ്റ്സ്. നെസ്ലെ ആണോ കാഡ്ബറി ആണോ ബൈറ്റ്സ്? ക്യാൻ സംബഡി ഹെൽപ്പ് മീ വിത്ത് ദാറ്റ്? ദിസ് തിങ് വാസ് നൊസ്റ്റു.
90s കിഡ്സിനൊക്കെ നല്ല ഓർമ്മയുണ്ടായി സാധനം. കാഡ്ബറി ബൈറ്റ്സ്, ചെറിയ പാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞി 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 സാധനം, വേഫർ പോലത്തെ കുഞ്ഞു സാധനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഇങ്ങനെ മിക്സാക്കി. ഓക്കെ, എവിടെ പോയോ? ലീവ് ഇറ്റ്. വൈ മൈ കൺസെന്റ് അബൌട്ട് കാഡ്ബറി ബൈറ്റ്സ്? ഞാൻ പറഞ്ഞുതരാം. കാഡ്ബറി ബൈറ്റ്സ് അന്നത്തെ ഹിറ്റ് സാധനമായിരുന്നു, അതിപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ കാഡ്ബറി ബൈറ്റ്സ് പോലെ തന്നെ ഞാൻ എൻ്റെ കമ്പനി ഒരു പുതിയൊരു ചോക്ലേറ്റ് സാധനം കൊണ്ടുവരുന്നു. ഒരു സാധനം, ഓക്കെ, കുഞ്ഞു കുഞ്ഞി വേഫേഴ്സ്. ഓക്കെ, അത് ഇതിൻ്റെ പാക്കറ്റിൽ ഞാൻ അതിൻ്റെ പേപ്പർ പരസ്യം കൊടുത്തു. ഹിയർ വി ഇൻട്രൊഡ്യൂസ് അവർ ബിഗ്ഗസ്റ്റ് ഡ്രീം പ്രോഡക്റ്റ്, ബൈറ്റ്സിന് പകരം മഞ്ചീസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. മഞ്ചീസ്, ചോക്ലേറ്റ് മഞ്ചീസ്. ഈ ചോക്ലേറ്റ് മഞ്ചീസിൻ്റെ പേപ്പർ ആഡിൽ ഞാനതിൽ ഇതിൻ്റെ വില 10 രൂപ, ഒരു പാക്കറ്റിന് 10 രൂപ. ഇതിൽ 10 രൂപയാണ്. അതിന് ആകർഷകമായ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കുന്ന ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിന് വില 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ₹10 ഓൺലി, ജസ്റ്റ് ഫോർ ₹10. ഓക്കെ, ഹൗ എവർ ഇൻ ദ അഡ്വർടൈസ്മെന്റ് ഈ പരസ്യം എന്ത് ചെയ്തില്ല, ഈ ഒരു പാക്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്താണ്, അതുപോലെ ഈ പാക്കറ്റിൽ എത്ര മഞ്ചീസ് ഉണ്ടായിരിക്കും, നെറ്റ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്നാക്സോ ഞാൻ ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. നൗ യു ആർ ലൈക്ക്, ഈ പാക്കറ്റിൽ എത്ര ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവോ, 10 എണ്ണം ഉണ്ടാവോ, 3 എണ്ണം ഉണ്ടാവുള്ളൂ, അതിന് 1 എണ്ണം മാത്രമാണോ, മോൺസ്റ്റർ ആണോ ഇവരണേ? അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വില മാത്രം വിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്നാക്സോ മെൻഷൻ ചെയ്യാതെ ഞാനൊരു പരസ്യം വിട്ടാൽ വല്ല കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. കുഴപ്പമൊന്നുമില്ല. ലീഗൽ മെട്രോളജി ആക്ട് വരും, വന്നിട്ട് സെക്ഷൻ 18 വന്ന് നിങ്ങളെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. ഡിക്ലറേഷൻസ് ഓൺ പ്രീ പാക്കേജ് കമ്മോഡിറ്റീസ്, സെക്ഷൻ 18 എന്താ പറഞ്ഞത്? വലിയ കാര്യമൊന്നുമില്ല. നോ പേഴ്സൺ ഷാൽ മാനുഫാക്ചർ, പാക്ക്, സെൽ, ഇമ്പോർട്ട്, ഡിസ്ട്രിബ്യൂട്ട്, ഡെലിവർ, ഓഫർ ഫോർ സെയിൽ എനി പ്രീ പാക്കേജ് കമ്മോഡിറ്റി അൺലെസ് such package is in standard quantities or number and payers prescribed declaration. എന്ന് വെച്ചാൽ മക്കളെ, ലീഗൽ മെട്രോളജി ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 18. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് 18. ഇറ്റ് സേസ് ദാറ്റ് പ്രീ പാക്കേജ്ഡ് കമ്മോഡിറ്റി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എത്ര ക്വാണ്ടിറ്റി, എന്ത് ക്വാണ്ടിറ്റി, ഓക്കെ, അതുപോലത്തെ മറ്റ് ഡിക്ലറേഷൻസ് എല്ലാം എന്ത് ചെയ്യണം, അത് ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങ് ഇറക്കിയാൽ മതി. സാർ, എന്താണ് ഈ പ്രീ പാക്കേജ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ? പറയാം. കസ്റ്റമർ പ്രസന്റ് അല്ലാതെ, കസ്റ്റമർ മുന്നിൽ വെച്ചല്ലാതെ, പ്രസന്റ് അല്ലാതെ നിങ്ങൾ ഈ സാധനം തൂക്കി പാക്ക് ചെയ്ത് വെച്ചാണ് വിൽക്കുന്നതെങ്കിൽ എന്താണ്, അതൊരു പ്രീ പാക്കേജ് കമ്മോഡിറ്റി ആണ്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പം ചേട്ടാ 1 ലിറ്റർ വെളിച്ചെണ്ണ. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 4 കുപ്പി എടുത്തിട്ട് ഒരു വലിയ ടംബ്ലറിൻ്റെ അകത്തുനിന്ന് വെളിച്ചെണ്ണ കോരി ഒഴിച്ച് ഓക്കെ 1 ലിറ്റർ അടച്ചു തന്നാൽ അത് പ്രീ പാക്കേജ് കമ്മോഡിറ്റി അല്ല. കാരണം എൻ്റെ മുന്നേ വെച്ച് അളക്കുന്നത് അല്ലേ ചോറിനും. അത് ചേട്ടാ 1 ലിറ്റർ വെളിച്ചെണ്ണ പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്തു, ഒരു പാക്ക് വെളിച്ചെണ്ണ ഓൾറെഡി മേടത്തെ ഉള്ളത് പാക്ക് ചെയ്ത് വെച്ചിരുന്ന് എടുത്തു തന്നാൽ നോ ദാറ്റ്സ് എ പ്രീ പാക്കേജ് കമ്മോഡിറ്റി. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെഫിനേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പം പക്ഷേ ഈ പ്രീ പാക്കേജ് ആയിട്ട് കമ്മോഡിറ്റി വിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സെക്ഷൻ 18 പറഞ്ഞ അതിൽ റൂൾസും നോട്ടിഫിക്കേഷനിലും പറയുന്ന എല്ലാ ഒരു സ്പെസിഫിക് ഡിക്ലറേഷൻ ഫോർമാറ്റ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ഇല്ലെങ്കിലോ any advertisement mentioning the retail sale price of prepared commodity shall contain the net quantity, number of commodity ഒക്കെ എന്ത് ചെയ്യണം, അതിൽ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. എസ് പറഞ്ഞോ? ഇല്ലെങ്കിൽ അതിനുള്ള പെനാൾട്ടി സെക്ഷൻ 30 പറയുന്നുണ്ട്. പെനാൾട്ടി നിങ്ങളൊന്ന് വായിച്ചു വെക്കണം മക്കളെ, കാരണം അത് വലിയ കാര്യമില്ല. PDF കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല. നമുക്കൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ഇനി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്, RERA സ്വാഗതം. അതിൽ റോൾ ഓഫ് കമ്പനി സെക്രട്ടറി എന്താണെന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 4 മെയിൻ റോളാണ്. ഒന്ന് അഡ്വൈസറി റോളാണ്. എസ് പറഞ്ഞോ? അത് ഫൈനാൻഷ്യൽ അഡ്വൈസറി ആവാം, ഫണ്ടിങ് ഓപ്ഷൻസ് ആവാം, ഈ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ടാക്സേഷൻ പറഞ്ഞിട്ട് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസറി സർവീസ് ആവാം. അഡ്വൈസ് മീൻസ് യു ഹാവ് ടു ഗിവ് എ പ്രൊഫഷണൽ അഡ്വൈസസ്. ഓക്കെ, 100% പ്രൊഫഷണൽ. 2 ഡ്രാഫ്റ്റിംഗ് ഓഫ് വേരിയസ് ഡോക്യുമെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ട് ആധാരങ്ങളും മറ്റ് ഡോക്യുമെന്റ്സ്, MOUs ഉണ്ടാവാം, അല്ല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആരാണ്? CSA ആണ്. അല്ല, സന്തോഷമായില്ലേ? അപ്പം അണ്ടർ RERA എന്തൊക്കെയാണ്? ഡ്രാഫ്റ്റിംഗ് ഓഫ് വേരിയസ് പർപ്പസ്, രജിസ്ട്രേഷൻ ആവാം, അഗ്രിമെന്റ്സ് ആവാം, പ്രൊമോട്ടർ അഗ്രിമെന്റ് ആവാം, പ്രൊമോട്ടർ ഓഫ് അസോസിയേഷൻ ആവാം, അങ്ങനെ പല കാര്യങ്ങൾ. സോ ഇനി
RERA എന്നുള്ള അതോറിറ്റി ആണല്ലോ, അതിന് കീഴിൽ രജിസ്ട്രേഷൻ ആര് ചെയ്തിരും? സിസ ചെയ്തിരാൻ പറ്റും. പറഞ്ഞോ. അതുപോലെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അതെങ്ങനെയാ? അയ്യോ, ലീഗൽ റെപ്പ് അല്ല. സെക്ഷൻ 56 പറയുമ്പം അപ്ലിക്കൻ്റോ അല്ലെങ്കിൽ അപ്പല്ലൻ്റോ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ അപ്പല്ലറ്റ് ട്രൈബ്യൂണലോ റെഗുലേറ്ററി അതോറിറ്റിയിലോ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പകരം എന്ത് ചെയ്യാം? സിസരെ പറഞ്ഞയക്കാം എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. പറഞ്ഞോ. പക്ഷെ അങ്ങനെ പറഞ്ഞയക്കുന്ന CS എന്താവണം? സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഉള്ള ഒരു CS ആണ്. അതായത് എംപ്ലോയ്മെന്റ് CSനെ ചേട്ടാ ഒരു ദിവസത്തേക്ക് അവധി എടുത്ത് എൻ്റെ കൂടെ ഒന്ന് ട്രൈബിളിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ പോയിട്ട് കാര്യമില്ല. കാരണം പ്രാക്ടീസിന് മാത്രമേ ഈ ഒരു കപ്പാസിറ്റി ഓഫ് ബീങ് എ ലീഗൽ റെപ്പ് ഓഫ് ആൻ അപ്പലന്റ് ഓർ ആൻ അപ്ലിക്കൻ്റ് എന്നുള്ള അതോറിറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ ആണോ സാറിന്? ഇതോടെ നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞു. 12, 13, 14, 15 ക്വസ്റ്റ്യൻസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ പുതിയ IP ലോസിന് കീഴിൽ വരുന്ന കുറച്ച് പ്രൊവിഷൻസ് ആണ്. സാറിനോ IP ലോസിന് വരുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഡിസൈൻ? വാട്ട് ഡു യു മീൻ ബൈ ഡിസൈൻസ് അണ്ടർ ഡിസൈൻ ആക്ട് 2000? എന്താണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? 2D ഡിസൈൻ ഒരു വലിയ യമണ്ടൻ ഡെഫിനിഷനാണ്, വലിയ ഡെഫിനിഷനാണ്. ഇതോ ഡെഫിനിഷനാണ് സെക്ഷൻ 2 അങ്ങനെ തന്നെ ഞാൻ കോപ്പി വെച്ച് ചെയ്താണ്. അണ്ടർ കോർപ്പറേറ്റ് ആക്ട് പ്രകാരം ചെയ്തു വെച്ചേക്കുന്നതാണ്. കോർപ്പറേറ്റ് ആക്ട് പ്രകാരമല്ല, അതിലൊരു ജസ്റ്റ് റെഫറൻസ് വരുന്നതാണ്. സോ ഡിസൈൻസ് ആക്ട് പ്രകാരം കോർപ്പറേറ്റ് ആക്ട് റെഫറൻസ് വെക്കണം. പക്ഷെ മെയിൻ സംഭവം പറയുന്നത് ഡിസൈൻ ഈസ് വൺ ഓഫ് ദ കാറ്റഗറീസ് ഓഫ് IPR വെയർ ദ ഡിസൈൻ സിസ്റ്റം ഫോക്കസ് ഓൺ ദ എസ്തെറ്റിക് ഫീച്ചർ ഓഫ് ആൻ ആർട്ടിക്കിൾ ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്സ് വിഷ്വൽ അപ്പിയറൻസ്. Yes or no? Relevant aspects are shape, configuration, surface pattern, color line or combination thereof. എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ആസ്തെറ്റിക് ഫീച്ചർ അതിന്റെ വിഷ്വൽ അപ്പിയറൻസിന് കിട്ടണം. ആസ്തെറ്റിക്സ് വിഷ്വൽ അപ്പിയറൻസ് സാർ ரொம்ப കൺഫ്യൂഷൻ ആയി സാർ. വാട്ട് ഡസ് ദിസ് മീൻ സാർ? ടോട്ടലി പ്രശ്നമാണല്ലോ. ഒന്നുമില്ലടോ, ഒന്നുമില്ല. ഒരു അടിപൊളി കാറ് നിങ്ങൾ കാണുന്നു. ആ കാറിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ആ കാറിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ കാറിന്റെ ഡിസൈൻ എന്ന് പറയുമ്പം ആ കാറിന്റെ ഇൻലൈൻ എഞ്ചിനോ അല്ലെങ്കിൽ വി എഞ്ചിനോ അതുണ്ടാക്കുന്ന ആ പിസ്റ്റൺ സൗണ്ട് ആണോ ഡിസൈൻ എന്ന് പറഞ്ഞേ? അല്ല. ആ കാണുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം എന്ന് വെച്ചാൽ ആ ഡിസൈൻ, ആ ഒരു ഫ്ലോലെസ് ഡിസൈൻ. ഓക്കെ, ഇപ്പം ബുഗാട്ടി അല്ലെങ്കിൽ ലംബോ ഒക്കെ ആണെങ്കിൽ കാണുമ്പോൾ കിട്ടുന്ന ആ കർവില്ലേ? യെസ് പറഞ്ഞോ. അത് ഒരു പ്രത്യേക ഡിസൈൻ ആണല്ലേ. ആ കാർസിന്റെ ഒക്കെ ഒരു നിലത്ത് പതുങ്ങി കിടന്ന് ഇങ്ങനെ പോകുന്ന ആ സൗണ്ടിൽ പോകുന്ന ആ ഒരു കാറിന്റെ ഒരു സ്ട്രക്ചർ ഓർത്ത് നോക്കി. ഇനി അതുപോലാണ് ഒരു ബീസ്റ്റ് കാർ, ഡിഫൻഡർ അല്ലെങ്കിൽ ആ ടൈപ്പിലൊരു ഫോർച്യൂണർ, ഒരു എൻഡവർ എന്നൊക്കെ പറയുമ്പം അത് മറ്റൊരു ഡിസൈൻ ആണ് അല്ലേ? സാറിനോ ഒരു വലിയ യമണ്ടൻ, ഒരു ഭീകരൻ സാധനം, ഒരു ബീസ്റ്റ് നടന്നു വരുന്ന പോലെ. സാറിനോ ജിംനി ആണെങ്കിലോ ക്യൂട്ട് വാവ, പക്ഷെ അത് അത്യാവശ്യം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഞാനിപ്പോൾ ഈ കാറിനെ പറ്റി പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെല്ലോ കത്തി വന്നില്ലേ? ആ ഒരു വിഷ്വൽ സാധനങ്ങൾ, അതാ ഡിസൈൻ. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ അല്പം പരിഷ്കരിച്ചെങ്കിൽ പറയുന്നു. എന്താണ്? ആസ്തെറ്റിക് ഫീച്ചർ ഡിറൈവ്ഡ് ഫ്രം വിഷ്വൽ അപ്പിയറൻസ്. ആ വാക്കെന്നിട്ട് എഴുതി വെച്ചാൽ മതി. ഈ സാധനം കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം. എന്തൊക്കെയാ വേണ്ടേ? ആസ്തെറ്റിക് ഫീച്ചർ, ആ ഒരു ഫീച്ചർ. വിഷ്വൽ അപ്പിയറൻസ് പറഞ്ഞോ. ഈ വിഷ്വൽ അപ്പിയറൻസ് നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ കണ്ട വണ്ടിയുടെ ഷേപ്പ് കണ്ടു, കോൺഫിഗറേഷൻ കണ്ടു, സർഫേസ് പാറ്റേൺ കണ്ടു, കളർ കണ്ടു, ലൈൻ കണ്ടു അല്ലെ? സാറിന് ഇതൊക്കെ എന്താണ്? അതിന്റെ വിഷ്വൽ ഫീച്ചറിൽ നമ്മൾ ആ ഒരു ആസ്തെറ്റിക് ഫീച്ചറായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിഷ്വലുള്ള ഭാഗമാണ്. സാറിനോ ഇതാണെന്ത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അത് സെക്ഷൻ 2D ഓഫ് ഡിസൈൻ ആക്ട് 2020 പറയുന്നുണ്ട്. കണ്ടോ? ഷേപ്പ്, കോൺഫിഗറേഷൻ, പാറ്റേൺ, ഓർണമെന്റൽ കോമ്പോസിഷൻ ഓഫ് ലൈൻസ്, കളർ കോമ്പിനേഷൻ ദെയർ ഓഫ് എന്ന് തുടങ്ങിയ എല്ലാ സംബന്ധമാണ് തന്നെ ഡിസൈൻ ആണ്. പറഞ്ഞോ വിച്ച് ഇൻ ഫിനിഷ്ഡ് ആർട്ടിക്കിൾ അപ്പീൽ ടു ആൻഡ് ആർ ജഡ്ജ്ഡ് സോൾലി ബൈ ഐ. കണ്ണുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന പരമമായ ആനന്ദം നൽകുന്ന ആ ഒരു വിഷ്വൽ ഡിസൈൻ ആസ്തെറ്റിക്സ് ഉണ്ടല്ലോ, അതാണ് എന്ത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. പറഞ്ഞോ. സോ മറക്കണ്ട, ആസ്തെറ്റിക് ഫീച്ചർ ഓഫ് ഡിറൈവ്ഡ് ഫ്രം വിഷ്വൽ അപ്പിയറൻസ് അതിലെല്ലാം ഉണ്ട്. ഓക്കെ, സോ അതിപ്പോൾ ഒരു കാറിന്റെ മാത്രമല്ലടോ. ഇപ്പോൾ എന്തിൻ്റെ, ഇപ്പോൾ ഞാൻ ഒരു പെർഫ്യൂം ബോട്ടിൽ ഞാൻ ഓർമ്മയുണ്ട്, പണ്ട് ബ്രൂട്ട് എന്നൊരു സ്പ്രേ ഉണ്ടായിരുന്നു, ഒരു പച്ച കുപ്പി. ആ പച്ച കുപ്പീൻ്റെ മുകളിൽ ഒരു സിൽവർ കളർ നെക്ലേസ് പോലെ സാധനം. ആ നെക്ലേസിൻ്റെ ആ ഒരു ലോക്കറ്റ് പാർട്ടിൽ ബ്രൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ BRUT. അതിൻ്റെ നെക്ക് ഇങ്ങനെ വന്നിട്ട് കുപ്പി നെക്ക് സൈഡിൽ ഒരു ബ്ലാക്ക് ക്യാപ്പാണ് വരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്.
അതിന്റെ ഡിസൈനാണ് ഞാൻ വർണ്ണിച്ചത്. പച്ച നിറം, നെക്ലേസ്, കുപ്പിയുടെ ഷേപ്പ്, കണ്ടോ ആ ഒരു വിഷ്വൽ ആസ്തറ്റിക് സംഭവം അല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഓരോ പ്രൊഡക്റ്റിനും സവിശേഷമായിട്ടുള്ള ഡിസൈൻ ഉണ്ട് അല്ലേ സ്വർണ്ണം. ഇപ്പം ബേസിക്കലി അല്ല, നമുക്ക് ആ ഡിസൈൻ ഒരു ആസ്തറ്റിക് വാല്യൂ നൽകുന്ന ഒന്നാണ് ഇതാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇനി വാട്ട് ആർ ദ പെനാൾട്ടി ഫോർ അപ്ലൈയിങ് ഫാൾസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്? എന്താണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഇസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ? എന്താ ഇൻഡിക്കേഷൻസ്? ആറന്മുള കണ്ണാടി, ഓക്കെ, ആറന്മുള കണ്ണാടി എവിടെ നിന്നുണ്ടാക്കും? ആറന്മുള കണ്ണാടി, അത് സാർ എന്ത് ക്വസ്റ്റ്യൻ ആണ്? ആറന്മുള എന്ന് അല്ലേ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കാഞ്ചീപുരം പട്ട് എവിടെ നിന്നുണ്ടാക്കുന്നു? സാറേ എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കവിത എഴുതിയത് ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ഉള്ളൂർ എന്ന് പറഞ്ഞതായി പോയല്ലോ. തന്നെയാണ് ഇത് ആക്ടും പറഞ്ഞേ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള സാധനത്തിന്റെ മുകളിൽ നിങ്ങൾ ഫേക്ക് കാണിച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വെച്ചാൽ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണെന്ന്. എസ് പറഞ്ഞു. ഇപ്പോൾ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ജസ്റ്റ് ഇപ്പം ഇവിടെ എറണാകുളത്തോ അങ്കമാലിയോ കോഴിക്കോടോ വെച്ച് കണ്ടുണ്ടാക്കിയ കുഴപ്പം എന്താ പറയാ, ആറന്മുള കണ്ണാടി സെയിം ഫീച്ചർ കൊടുത്താൽ പോരെ? ഇപ്പോൾ എവിടെ നിന്നായാലും എന്ത്, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് നമുക്ക് ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പറഞ്ഞ സാധനം വിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ആ ഒരു സംഭവം ഫുൾഫിൽ ചെയ്യണം. നമുക്ക് നോക്കാം അങ്ങനെയാണോന്നേ. Any person who fulfills any geographical indication falsely applies to goods or geographical indication. അങ്ങനെ ഇപ്രകാരമുള്ള ഒരു 7-8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ലിസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇത് സംഭവം നമുക്ക് പണിഷ്മെന്റ് മാത്രം മതിയല്ലോ. പണിഷ്ഡ് വിത്ത് ആൻ ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 6 months. 6 മാസം തൊട്ട് 3 വർഷം വരെ. എഴുതിക്കോ മക്കളെ, എഴുതിക്കോ മക്കളെ. 6 months തൊട്ട് 6 months തൊട്ട് 3 years വരെയാണ് എൻ്റെ പണിഷ്മെന്റ്. എസ് പറഞ്ഞോ? പണിഷ്മെന്റ് ₹50,000. നിങ്ങൾക്ക് മറ്റൊരു ഓഫർ കൂടെ ഉണ്ട്. ₹50,000 തൊട്ട് ₹2,00,000 വരെ എന്ത് കിട്ടും? ₹2,00,000 വരെ എന്ത് കിട്ടും? നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഫൈനും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ് പറഞ്ഞോ? ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെയാണ് എസ് പറഞ്ഞോ? എസ് പറഞ്ഞോ? ഇനി നിങ്ങളിനി എന്തെങ്കിലും കാരണവശാൽ ന്യായമായിട്ടുള്ള കാരണമല്ല കോടതി ബോധിപ്പിക്കുകയാണെങ്കിൽ ഈ ശിക്ഷാ കാലയളവ് 6 മാസത്തെ കുറഞ്ഞു കിട്ടും, ഫൈന് 50,000 കുറഞ്ഞു കിട്ടും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇതാണ് നിങ്ങൾക്കുള്ള ഓഫർ. വളരെ മികച്ചൊരു ഓഫറാണ്. മനസ്സിലാണോ? വിച്ച് ആർ ദ കോമൺ കോപ്പിറൈറ്റ് ആക്ടിലെ മേജർ കോമൺ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് കോമൺ സാധനങ്ങളാണ്? മേക്കിംഗ് ഇൻഫ്രിഞ്ച്മെന്റ് കോപ്പീസ് ഫോർ സെയിൽ എന്ന് വെച്ചാൽ ഇമാജിൻ സെയിൽ ഓഫ് ഹയർ. വ്യാജ CD നിങ്ങൾ ഇപ്പൊ ഇമാജിൻ ഒരു സിനിമയുടെ ഒറിജിനൽ CD മേടിച്ച് സിസ്റ്റത്തിലിട്ട് അത് കോപ്പി ചെയ്ത് എന്നിട്ട് ലോക്കൽ CD ഇട്ട് ഈ ഫയൽ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വാടക കൊടുക്കുന്നു. പഴയ CD കടയൊക്കെ ഓർമ്മയുണ്ടോ? തന്നെ. പെർമിറ്റിംഗ് എനി പ്ലേസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് വർക്ക്സ് ഇൻ പബ്ലിക് വേഴ്സസ് പെർഫോമൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻഫ്ലുവൻസ് ഓഫ് കോപ്പിറൈറ്റ്. ഇനി ആ CD നിങ്ങൾ പ്രൊജക്ടറിലിട്ട് ഒരു അങ്ങാടിയിൽ ഒരു വലിയ ഒരു സ്ക്രീനൊക്കെ വെച്ച് കിട്ടി ഈ നാട്ടുകാരെ കാണിച്ചാൽ വെൽക്കം, ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ്, വെരി ഗുഡ്, നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. തേർഡ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻഫ്രിഞ്ച്മെന്റ് കോപ്പീസ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് ഓർ ടു സച്ച് ആൻ എക്സ്റ്റെന്റ് സോ ദാറ്റ് ഇറ്റ് അഫക്ട്സ് പ്രൊജക്ട് ഇൻട്രസ്റ്റ് ഓഫ് ഓണർ ഓഫ് കോപ്പിറൈറ്റ്. എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ആ CD നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ നമ്മളെ മൈക്ക് കെട്ടി നാട്ടിൽ ആട്ടുമ്പുറത്തെ വണ്ടി പോലെ അതിൽ ഈ പാട്ടങ്ങ് ഈ CD വെച്ച് കൊടുത്ത് ഇതും പ്ലേ ചെയ്തുകൊണ്ട് ഓടിക്കുന്നു. നിങ്ങൾ ട്രേഡിന് വേണ്ടി ഒരു ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധനം യൂസ് ചെയ്യുന്നു. ഗുഡ്, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. എഗൈൻ ഇംപ്രൂവ്മെന്റ്. പബ്ലിക് എക്സിബിഷൻ ഓഫ് ഇൻഫ്രിഞ്ചിങ് കോപ്പീസ് ബൈ വേ ഓഫ് ട്രേഡ്, കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നു. ഇമ്പോർട്ടേഷൻ ഓഫ് ഇൻഫ്രിഞ്ച് കോപ്പീസ് ഇൻ ടു ഇന്ത്യ. ഇനി അവിടുന്ന് ഇതും പോരാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഫോറിനിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് കൊട്ടക്കളം CD ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇമ്പോർട്ടും ചെയ്യുന്നു. എന്ത് CD ഓർഡർ? ഈ 18 CD എസ് പറഞ്ഞോ? ഇതൊക്കെ തന്നെ. നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡ് മാർക്ക് ദാറ്റ് മേ ബി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാവുന്ന പലതരത്തിലുള്ള ട്രേഡ് മാർക്സ് എന്തൊക്കെയാണ്? എസ് പറഞ്ഞോ? ഒരുപാട് സംഭവങ്ങളുണ്ട് മക്കളെ. ഇപ്പൊ എല്ലാം കൂടെ വായിച്ചിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Any name including personal or surname of applicant or person which is not unfit trade as a mark. Trademark. For example, JP Morgan. അല്ലെങ്കിൽ JP Morgan. അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടോ? ഒരാളുടെ പേര് മെഴ്സിഡീസ് ബെൻസ് അല്ലേ? അതുപോലെ തന്നെ ഫെറാറി, ലംബോർഗിനി, എന്തെല്ലാം സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരാളുടെ പേരല്ലേ? ട്രേഡ് മാർക്കായിട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ആ പേര് അൺയൂഷ്വൽ ഫോർ ട്രേഡ് മാർക്ക് വെച്ചാൽ അൺയൂഷ്വൽ ദുശാസനൻ പിള്ള ട്രേഡേഴ്സ് അല്ല, അങ്ങനത്തെ കൂടെ ഒരു അങ്ങനല്ല, ഒരു അൺയൂഷ്വൽ ആവാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ ഒരു അങ്ങനെ എത്രയോ CS ഫേംസ് ഉണ്ട്, എത്രയോ CA ഫേംസ് ഉണ്ട്, എത്രയോ കമ്പനീസ് ഉണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ആയിട്ട് ടാറ്റ ഗ്രൂപ്പ് എന്ന എക്സാമ്പിളാണ്, ഒരാളുടെ പേര് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിലോ an invented word or arbitrary dictionary word or words not being directly descriptive of the character or quality of goods services. പറഞ്ഞു നമുക്കൊരു ഇല്യൂഷണറി വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലെറ്റർ ഓർ ന്യൂമറൽസ് ഓർ കോമ്പിനേഷൻ thereof എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ABC അല്ലെങ്കിൽ ABC 235 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ID പോലെ കോമ്പിനേഷൻ ഓഫ് thereof എന്ന് വെച്ചാൽ റൈറ്റ് ടു പ്രൊപ്പറേറ്റർഷിപ്പ് ഓഫ് ട്രേഡ് മാർക്ക് ആക്ടിവിറ്റീസിന്റെ രജിസ്ട്രേഷൻ ആക്ട് വഴിയാവാം. ഓക്കെ, ഡിവൈസ് ഫാൻസി ഡിവൈസ് സിമ്പിൾസ് ആവാം, മോണോഗ്രാംസ് ആവാം, കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് സിംഗിൾ കളർ ആവാം. കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓർ സിമ്പിൾ കളർ, ഒരു കളറുമായി ബന്ധപ്പെട്ട ട്രേഡ് മാർക്ക് എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഒരു കത്ത് നിൽക്കുന്ന നിറത്തിൽ ഒരു സാധനം കളർ, ആ നിറം ആ സംഭവം ഒക്കെ അവരുടെ. ഓക്കെ, എനിക്കൊന്ന് എയർടെല് പണ്ട് റെഡും വൈറ്റും ആയിരുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് വൈറ്റ്. ഐഡിയ മഞ്ഞയായിരുന്നു, വോഡഫോൺ ഇന്ത്യ ചുവപ്പായിരുന്നു. അറിയാ ചലേഗ സബ് ചലേഗ. ഷേപ്പ് ഓഫ് ഗുഡ്സ് ഓർ ദ പാക്കിംഗ്, ഷേപ്പ് ഓഫ് ഗുഡ്സ് ഓർ ദ പാക്കിംഗ്. ബ്രൂട്ടിന്റെ കുപ്പി നല്ല പാക്കിംഗ് ആണ് അല്ലെ സാറിനോ? പിന്നെ പാക്കിംഗ് വൈസ് നമ്മളെപ്പോൾ ഞെട്ടിക്കുന്ന മറ്റു സാധനങ്ങൾ, നമ്മളിപ്പോൾ ഒരു ഗുഡ്സിന്റെ പാക്കൊക്കെ നമ്മളെപ്പോഴും സൂക്ഷിച്ചു വെക്കും. അത്ര പാക്കേജ് അത്രയും ഭംഗിയുള്ളതാണ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കുപ്പി കളയില്ല. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ബോട്ടിൽസ്, പെർഫ്യൂം ബോട്ടിൽസ് ഒക്കെ അങ്ങനല്ലേ, നല്ല ഭംഗിയുള്ള പെർഫ്യൂം ബോട്ടിൽസ് നമ്മൾ കളയാറില്ലല്ലോ. ഇനി മാർക്സ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് 3 dimension സൈൻ, സൗണ്ട് മാർക്സ് എക്സെട്ര ഇത്ര സംഭവം നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എടാ നമ്മൾ ലൈറ്റായിട്ട് പഠിക്കട്ടെ. നമ്മൾ ഈ സാധനമൊക്കെ പഠിക്കുന്നതിൻ്റെ മൂഡ് പോലെ നമ്മൾ അതിൻ്റെ ഒരു ആംബിയൻസ് മാറും കേട്ടോ. നമ്മൾ ഈ സാധനമൊക്കെ പഠിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ ഭയങ്കര ടഫാണ് പറഞ്ഞ് നെഗറ്റീവ് മൂഡ് പഠിച്ചാൽ ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. നമ്മൾ മൂഡിൽ ചില്ലായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ട് പഠിച്ചാൽ പഠിത്തം ഈസി ആയിരിക്കും. തീരെ പഠിക്കാനുള്ള മറ്റൊരു ടിപ്പാണിത്, ബി ഹാപ്പി ബൈ സ്റ്റഡിങ്. ഓക്കെ, ഹു ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 86 ഇയർ എന്ന് നോക്കണ്ടേ, റിവേഴ്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ആർക്കാണ് ഇത് ഫയൽ ചെയ്യാൻ പറ്റുക? എസ് പറഞ്ഞോ, ഡിസ്ട്രിക്ട് കോടതി കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ആർക്കെല്ലാം വേണം? ഒന്നെങ്കിൽ കൺസ്യൂമർ ഹിംസെൽഫ് ആവണം. ഇപ്പം ഞാനാണ് കൺസ്യൂമർ, എനിക്ക് ഫയൽ ചെയ്യാം. അല്ലെങ്കിലോ റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ അസോസിയേഷൻ. ഓക്കെ, അല്ലെങ്കിൽ 1 or more consumers who there are numerous consumers, അല്ലെങ്കിൽ CG or SG. ഞാൻ പറഞ്ഞത് എന്താണെന്ന്, ഞാനൊരു കാറ് മേടിച്ചു, ആ കാറ് വാങ്ങി 1 മാസത്തിൽ കംപ്ലൈൻറ്റ് വന്നു, ഞാനിപ്പോൾ എന്നാ ചെയ്യും? എനിക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അല്ലെങ്കിലോ ഈ കൺസ്യൂമർ അസോസിയേഷൻസ് ഉണ്ട്, എനിക്ക് എന്ത് ചെയ്യാം? ഈ കൺസ്യൂമർ ഫോറം എന്ന് പറയും കേട്ടോ, എനിക്ക് എന്ത് ചെയ്യാം? അവർ വഴി എന്ത് ചെയ്യാം? കംപ്ലൈൻറ്റ് എടുക്കാം. അല്ലെങ്കിലോ ഇതേ കാറ് വാങ്ങി പണി കിട്ടിയത് 10-300 പേരുണ്ടെങ്കിൽ ഈ 300 പേര് 300 കോപ്പി കൊണ്ട് പോകണ്ട, എന്ത് ചെയ്യാം? ഒരാൾ കുറച്ച് പേര് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാം. അല്ലെങ്കിലോ CGSTക്ക് എന്ത് ചെയ്യാം? കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. പറഞ്ഞോ. ഇനി നമുക്ക് ഒരു സെമീറിന്റെ കേസിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻ ടു സെമീർ? ക്വസ്റ്റ്യൻ വായിക്കാം മക്കളെ. സെമീർ ഓൺ എ ഹോളിഡേ വാസ് വിത്ത് ഹിസ് ഫാമിലി, ഹാഡ് എ ടാക്സി. ഓക്കെ, ഹാഡ് എ ടാക്സി. The taxi was in a poor condition and driver had not taken adequate rest and drove rashly. Eventually, it went burst in the middle of a way. As a result, Samir and his family could not reach the airport in time to catch their flight. Decide whether Samir may be treated as a consumer under Consumer Protection Act. എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ വന്ന ഒരു ടൂറിസ്റ്റാണ് നമ്മുടെ സമീർ ഫാമിലി. ഇവര് മൂന്നാറിന്ന് ഒരു ടാക്സിക്കാർ വിളിച്ചത്രേ, കാരണം ഇവർക്ക് നെടുമ്പാശ്ശേരിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടി. അങ്ങനെ ആ ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി ഇവർ കാറ് വിളിച്ച്, കാറിന് ഡ്രൈവറാണ്, ഈ കാറിന് ഒരു ശകടം പിടിച്ച വണ്ടിയാണ്, ഇതൊരു ഭയങ്കര പൊട്ട കാറാണ്, ഈ കാറ് മര്യാദയ്ക്ക് ഓടുന്നൊന്നുമില്ല, ആ പ്രശ്നമൊക്കെയാണ്. അങ്ങനെ കാർ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോകുന്നു. ഈ ചെങ്ങായാണെങ്കിൽ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല, ഒരുമാതിരി കിളി പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് എന്തെന്നാണെങ്കിലും വണ്ടി ഇടിച്ചിട്ട് പ്രശ്നമായി. ഇവർ പുറത്തിറങ്ങി വേറെ കാർ കിട്ടാൻ ലേറ്റായി, കാറ് കിട്ടി എയർപോർട്ടിൽ ഫ്ലൈറ്റും പോയി, ഫ്ലൈറ്റ് മിസ്. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഡെഫിഷ്യൻസി ഓഫ് സർവീസ് എന്ന പേരിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. എന്ന് പറഞ്ഞു, പറ്റുമോ ഇല്ലയോ? കൺസ്യൂമർ ആണോ സമീർ എന്നാണ് ചോദ്യം. ഇനിയിപ്പോൾ എന്താ അല്ലേ? സമീർ ഹാഡ് ടാക്സി. Samir is a consumer at the meaning of consumer under 2D as we take service for consideration. Yes or no? Yes or no? Now, the service provider has a duty as per contract to reach the destination as indicated by consumer safely in time. It's also duty of taxi provider to say taxi is in good running condition, etc., etc. Yes or no? If taxi is in poor condition and also driver drove the car rashly causing inconvenience, ആണെങ്കിൽ എന്താണ് അതൊരു deficiency? It is definitely a deficiency in service. ഓക്കെ ആണോ? തീർച്ചയായും നടക്കണേ.
അപ്പീൽ വേണ്ട, അതെന്താണ് ഉറപ്പിച്ചോളൂ, അതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ്, നിങ്ങൾ ഉറപ്പിച്ചോളൂ. യെസ് ഓർ നോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ്. നൗ 18th question. Whether jurisdiction of CCI extends to matters related to agreement ended outside India and having competition in India. Whether jurisdiction of CCA extends to matters related to agreement entered outside India but having effect on competition in India. Yes or no? ഇപ്പൊ ഇമാജിൻ ഇന്ത്യക്ക് പുറത്ത് വെച്ച് പാർട്ടീസ് എയും ബിയും തമ്മിൽ അഗ്രിമെന്റ് വെക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കുള്ളിൽ കോമ്പറ്റീഷനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതെന്താണ് എൻ്റെ അവസ്ഥ? ഓക്കെ, അത് ബാധിക്കുമോ ഇല്ലയോ? കോമ്പറ്റീഷനെ ബാധിക്കുമോ? ആക്ടിൽ വരുന്നതാണോ ഇല്ലയോ? CCIക്ക് ഇന്ത്യക്ക് പുറത്തുള്ള പുറത്തെ അഗ്രിമെന്റിന്റെ മുകളിലും ജൂറിസ്ഡിക്ഷണറി പവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം ഇവിടെ. എസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ആൻസർ: the jurisdiction of CCI extends to incur and pass orders to agreements or dominant position or combination which is likely to have appreciable adverse effect on competition, even if agreement has been entered outside India, party to an agreement is outside India, or enterprise abuse in dominant position is outside India, or combination take place outside India, പാർട്ടി കോമ്പറ്റീഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഒന്നുമില്ല, ഇതൊക്കെ പുറത്തുള്ള ആണെങ്കിലും ഇന്ത്യയിൽ കോമ്പറ്റീഷനെ അഡ്വേഴ്സലി ബാധിക്കുന്ന ഒരു അഗ്രിമെന്റ്, അറേഞ്ച്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, ആക്ഷൻ കൺസൾട്ട് പുറത്ത് വെച്ച് നടത്തിയാലും, അതിപ്പോൾ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ആന്റി കോമ്പറ്റീവ് അഗ്രിമെന്റ് ആയിക്കോട്ടെ, അബ്യൂസ് പൊസിഷൻ ആയിക്കോട്ടെ, എന്താണ് CCIക്ക് ഇന്ത്യക്കുള്ളിൽ പവർ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മക്കളെ, സെക്ഷൻ നമ്പർ 3, സെക്ഷൻ നമ്പർ 4, സെക്ഷൻ നമ്പർ 5, എസ് ഓർണോ? 3ഉം 4ഉം 5ഉമായി ബന്ധപ്പെട്ട ഒരു അഗ്രിമെന്റ്, ഈ അഗ്രിമെന്റ് ഇൻസൈഡ് ഇന്ത്യ ആണെങ്കിൽ യെസ്, CCIക്ക് എന്തുണ്ട്? പവേഴ്സ് ഉണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ CCIക്ക് എന്തുണ്ട്? പവേഴ്സ് ഉണ്ട്. പ്രൊവൈഡഡ് എന്താണ്? ഇറ്റ് വിൽ ഹാവ് ആൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോമ്പറ്റീഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഉറപ്പുണ്ടെങ്കിലും ആലോചിച്ചോളൂ, എന്താണ് അതിനവിടെ റൂളുണ്ട്, CCIക്ക് പവർ ഉണ്ട്. മറക്കണ്ടേ, സെക്ഷൻ 3, 4, 5 വർക്കൗട്ട് ആണെങ്കിൽ, അഗ്രിമെന്റോ അബ്യൂസോ അല്ലെങ്കിൽ പറയുന്ന പോലെ കോമ്പറ്റീഷനോ ആണെങ്കിൽ 3ന് എന്ത് വേണം? 3, 4, 5 പറഞ്ഞ കാര്യം ചെയ്യാൻ എന്ത് വേണം? ഒരു അഗ്രിമെന്റ് വേണം. അഗ്രിമെന്റ് ഫോമൽ ആണോ വേണ്ട, റിട്ടൺ ആണോ വേണ്ട, ലീഗൽ റിലേഷൻ ആണോ വേണ്ട, പക്ഷെ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്താണ് അത്? 3, 5 റിസൾട്ട് ചെയ്യും. എസ് പറഞ്ഞോ? മിസ്റ്റർ അർഷി ഫയൽഡ് ഇൻ കംപ്ലൈന്റ് ഇൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താണ് മാം പ്രശ്നം? പറഞ്ഞോളൂ. എഗെയിൻസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ആണല്ലേ? ശരി, നമുക്ക് നോക്കാം പ്രശ്നം എന്താണെന്നേ. അപ്പം മിസ്സിസ് അർഷി വേഴ്സസ് മോഡേൺ ഹോസ്പിറ്റലാണ് വിഷയം. കേട്ടോളെ. അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ ആണ് കംപ്ലൈന്റ്. ഷീ വാസ് റെഫ്യൂസ് മെറ്റേണിറ്റി സർവീസസ് ബൈ ഹോസ്പിറ്റൽ ഡ്യൂറിങ് 38th വീക്ക് ഓഫ് എ പ്രഗ്നൻസി. ആഹാ, അഹങ്കാരികളെ, അങ്ങനെയോ? ബിക്കോസ് she declined to avail the stem cell banking service offered by Cell Bank International India, with which the hospital has an exclusive partnership. Okay. അത് ശരി, അങ്ങനെയാണോ? സംഭവം മനസ്സിലായിട്ടുണ്ടോ? ഈ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നേ. ഇപ്പോൾ 38th വീക്ക് ഓഫ് പ്രഗ്നൻസി ആയ സമയത്ത് ഇവര് ട്രീറ്റ്മെന്റ് ഡിനൈ ചെയ്തു. കാരണം ഈ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു സെൽ ബാങ്ക് ഇന്റർനാഷണൽ ഇന്ത്യ എന്ന പേരുള്ള ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവരുടെ ഈ സ്റ്റെം സെൽ ബാങ്കിങ് സർവീസ് എടുക്കാത്ത കൊണ്ട്, അതായത് ഇപ്പം ഈ പ്രഗ്നന്റ് ആയിട്ട് എല്ലാ ലേഡീസിനും ഇവരെന്ത് ചെയ്യും? ഈ സ്റ്റെം സെല്ലിൻ്റെമായി ബന്ധപ്പെട്ട ഒരു സ്റ്റെം സെൽ സർവീസ് ഓഫർ ചെയ്യും, ഹോസ്പിറ്റലുകാരൻ ഓഫർ ചെയ്യും. കാരണം ഇവർ ടൈപ്പ് ഉള്ള, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ പറഞ്ഞു, സാർ ബാങ്കിലെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണം, പക്ഷേ സാർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഞങ്ങളുടെ തന്നെ അഫിലിയേറ്റ് ആയിട്ടുള്ള PQR ഇൻഷുറൻസ് എന്നൊരു ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് കത്തിയ സംഭവം എന്താണെന്ന്. ബാങ്ക് അക്കൗണ്ട് സാറിന് ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് തരാം, പക്ഷേ അതിനെന്ത് ചെയ്യണം? സാർ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ബാങ്കുമായി ടൈപ്പുള്ള PQR ഇൻഷുറൻസ് ഒരു പോളിസി കൂടെ സാർ എന്ത് ചെയ്യണം? എടുക്കേണ്ടി വരും. എന്നാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഗ്യാസ് മേടിക്കാൻ വേണ്ടി ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു, സാറേ ഗ്യാസ് കണക്ഷൻ തരാം, പക്ഷേ സാർ സ്റ്റൗവും മേടിക്കണം. സാറ് ഇന്ന് ഞങ്ങളുടെ ടൈപ്പുള്ള ഇന്ന കമ്പനി സ്റ്റൗ എടുത്തിട്ടുണ്ട്, ഇത് സാറിന് മേടിച്ച ഗ്യാസ് കണക്ഷൻ തരാം. ആവശ്യമുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഇതെന്താ മക്കളെ ഉദ്ദേശിക്കുന്നത്? ഇതൊരു ആന്റി കോമ്പറ്റീറ്റീവ് അഗ്രിമെന്റ് അല്ലേ ഈ സംഭവം വേണേ?
അല്ലേ? എസ് പറഞ്ഞോ. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇതൊരു ആവശ്യമില്ലാത്ത സാധനമാണ് അല്ലേ? എസ് പറഞ്ഞോ. അപ്പോൾ ഇതൊരു ആന്റി കോമ്പറ്റീവ് അഗ്രിമെന്റ് ആണ്, ഉറപ്പാണ് ഈ സാധനം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചതാണ്, മിസ് അർഷിക്ക് എന്ത് സംഭവിച്ചു? പ്രഗ്നന്റ് ട്രീറ്റ്മെന്റ് ഡിനൈ ചെയ്ത് അവർ. അതിന്റെ കാരണം എന്താണ്? ഈ മാം എന്ത് പറഞ്ഞു? അവരുടെ സ്റ്റെം സെൽ സർവീസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വാശിക്ക് ഇവരെന്ത് ചെയ്തില്ല? ഈ സർവീസ് ഡിനൈ ചെയ്ത് കൊടുത്തില്ല. എസ് പറഞ്ഞോ. ഇതൊക്കെ നമുക്ക് CC ആക്ട് പോയിട്ടില്ല, പിന്നെ എന്താ പോകേണ്ടത് അല്ലേ? നമുക്ക് നോക്കാവേ. ആസ് പെർ സെക്ഷൻ 4 ഓഫ് കമ്പനീസ് ആക്ട് there shall be abuse of dominant position ഉണ്ട്. Yes or no? എന്താണ്? സപ്ലിമെന്ററി ഒബ്ലിഗേഷൻസ് വെക്കുന്നുണ്ട്. ഇൻ ഗിവൻ കേസ് മിസ് ആർഷി ഫയൽഡ് എ കംപ്ലൈന്റ് ഇൻ CCI against മോഡേൺ ഹോസ്പിറ്റൽ ഫോർ refusal of service because she declined to avail stem cell packing of so and so അല്ലെ? yes or no, which is anti competitive. ഞാൻ പറഞ്ഞ ആന്റി കോമ്പറ്റീവ് ആണ്. yes or no? ആന്റി കോമ്പറ്റീവ് ആണ്. yes or no? ആൻഡ് അമൗണ്ട്സ് ടു എന്തുകൂടിയാണ്? അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ കൂടെ വരുന്നുണ്ട്. yes or no? yes or no? അതുകൊണ്ട് മിസ് ആർഷിയുടെ ഈ കംപ്ലൈന്റ് മെയിൻറ്റെയിനബിൾ ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. yes or no? yes or no? ഇത് വാങ്ങണമെങ്കിൽ ഇതുകൂടെ മേടിക്കണം എന്നുള്ള വർത്താനം എന്താണ്? ആന്റി കോമ്പറ്റീവ് ആണ്, അബ്യൂസ് ഓഫ് പൊസിഷൻ ആണ്. ഓക്കെ ആണ്? yes or no? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഞാൻ പറഞ്ഞല്ലേ സ്പെഷ്യൽ എക്കണോമിക്സ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന്. ഇതാ ക്വസ്റ്റ്യൻ. Under what circumstances letter of approval granted to entrepreneur and cess can be cancelled? എപ്പോഴാണ് സെസ്സിന്റെ ലൈസൻസ് ക്യാൻസൽ ആയി പോവുക? റെസ്പോൺസിബിലിറ്റി എന്തൊക്കെ? ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? എസ് പറഞ്ഞാൽ അപ്പീൽ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഓഫ് കോഴ്സ് നിങ്ങളുടെ ഈ പറഞ്ഞ തന്ന അപ്രൂവൽ ക്യാൻസൽ ആവും. എപ്പോഴാണ്? entrepreneur has personally continuously contravened the terms and conditions ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്രൂവൽ ആവും. എസ് പറഞ്ഞോ. പക്ഷേ അതിനേക്കാളും മുന്നേ എന്ത് ചെയ്യണം? ആ ഓൺട്രപ്രണർക്ക് പറയാനുള്ള കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണ്? എസ് പറഞ്ഞോ. അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതുവരെ കിട്ടിയ എല്ലാ ബെനിഫിറ്റ്സും എസ് പറഞ്ഞോ യൂണിറ്റ് ഷാൾ നോട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ബി എൻറ്റൽഡ്. എല്ലാ എക്സംഷൻ, കൺസെഷൻ, ബെനിഫിറ്റ്, ഡിഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യും? അതോടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതോടെ എന്ത് ചെയ്യും? നിന്ന് പോകും. എസ് പറഞ്ഞോ. എസ് പറഞ്ഞോ. അതുപോലെ എന്ത് ഡ്യൂട്ടി ഉണ്ട് അവിടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹി ഷാൾ റെമിറ്റ് ദ എക്സംഷൻ, കൺസെഷൻ, ഡ്രോബാക്ക് ആൻഡ് എനി അതർ ബെനിഫിറ്റ് ബാക്ക് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ത് ചെയ്യണം? കിട്ടിയ എല്ലാ ബെനിഫിറ്റും എന്ത് ചെയ്യണം? തിരിച്ച് ഏൽപ്പിക്കേണ്ടി വരും. എസ് പറഞ്ഞോ. അപ്പീൽ എടുക്കാൻ പറ്റുമോ? അപ്പീൽ എടുക്കാൻ പറ്റും. ഹി മേ പ്രിഫർ an appeal to the board within such time as may be prescribed. എസ് പറഞ്ഞോ. 20 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഐ തിങ്ക് ഓൾറെഡി ഫയൽ വന്നിട്ടുണ്ടാവും. പുതിയതായിട്ട് ആരെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. അതുവഴി ലിങ്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ മതി. യു കൻ ഈസിലി ഗെറ്റ് ഈ ക്വസ്റ്റൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എസ് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതുപോലത്തെ മേജർ ആക്ടിൻ്റെ ഒക്കെ ഹാൻഡ് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടെൽ മീ, യു വിൽ ഗെറ്റ് നോട്ട്. അതും റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രമാണ്, നോട്ട് ഫോർ എൻ എക്സോസ്റ്റീവ് ഇൻഡെപ്ത് സ്റ്റഡിക്ക് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഹാവ് എ ക്വിക്ക് റിവിഷൻ ബേസ്ഡ് അപ്പോൺ ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലി ഉള്ള സൂപ്പർ 20 ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ്. എന്ത്? ഈ പ്രസൻറ്റേഷൻ സംഭവങ്ങളും അതുപോലെ സംഭവങ്ങളൊക്കെ പറ്റി ഞാനിത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ആദ്യം പറഞ്ഞ ടോപ്പിക്കിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഒന്ന്, പ്രസൻറ്റേഷനിൽ നമ്മൾ വൃത്തി എന്നൊരു സംഭവം കൊണ്ടുവരിക. നീറ്റ്നെസ്. സാറിന്റെ നീറ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് യു മീൻ ബൈ സർ? ഈ നീറ്റ്നെസ് എന്താ ഉദ്ദേശിക്കുന്നത്? നീറ്റ്നെസ് എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ആൻസർ എഴുതുന്നു. എങ്ങനെ? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇതാണെന്നിരിക്കട്ടെ. ഇത് വേണ്ടല്ലേ, കുറച്ചുകൂടെ തിന്നർ സാധനം. യെസ്, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇതാണ്. ദിസ് ഈസ് യുവർ ടിപ്പിക്കൽ ആൻസർ ഷീറ്റ് എന്നിരിക്കട്ടെ. ഒരു മിനിറ്റ്. സോ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇതാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ബേസിക്കലി ആൻസർ ഷീറ്റിൻ്റെ കൂടെ തന്നെ എന്തുകൂടെ ഉണ്ടാവും? യു വിൽ ബി ഹാവിങ് എ മാർജിൻ. ഇവിടെ ആയിട്ട് ഒരു മാർജിൻ ഇങ്ങനെ തന്നിട്ടുണ്ടാവും അല്ലേ? യു ബി ഹാവിങ് എ ബ്യൂട്ടിഫുള്ളി ഡ്രോൺ മാർജിൻ ഹിയർ. നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റ് ഏകദേശം ഇപ്രകാരം ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി. യെസ് ഓർ നോ? സോ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൈൻ അഗ്രിമെന്റ് അണ്ടർ കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ടിലെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതാണ് ക്വസ്റ്റ്യൻ. എസ് ഓർ നോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നേരെ പെണ്ണെടുക്കുക, എന്നിട്ട് എഗ്രിമെന്റ് അല്ല ക്വസ്റ്റ്യൻ, ഡിഫൈൻ എഗ്രിമെന്റ് അണ്ടർ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞെങ്കിലും ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ലക്നൌവിലെ മാങ്ങ കമ്പനി മാംഗോ അസോസിയേഷൻ ഓഫ് ലക്നൗ ആ ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്താ വ്യത്യാസം? നേരെ നമ്മുടെ മുന്നേ ഡിഫൈൻ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ ആണ്. അതല്ല മാങ്ങ കമ്പനി ഉണ്ടാക്കിയ മീറ്റിംഗ് അഗ്രിമെന്റ് ആണെന്ന് വെച്ചാൽ അതും എന്താണ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സെയിം ആൻസർ ആണ്, പക്ഷേ പ്രസന്റ് രീതി മാറും. ഡിഫൈൻ അഗ്രിമെന്റ് ആണെങ്കിൽ മക്കളെ നമുക്ക് എന്ത് എഴുതാം? സെക്ഷൻ ഒരു ഹെഡിങ് എഴുതുക, സെക്ഷൻ 2 subsection B, and now you can write the heading agreements under competition act, under competition act എന്ന് എഴുതുക. ഒരു ഹെഡിങ് എടുത്തില്ലേ? ഹെഡിങ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവമാണ്, ഞാൻ ആ ഹെഡിങ് ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യും, ഒന്ന് ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. യെസ് പറഞ്ഞോ? എന്നിട്ട് ഞാൻ ഒരിക്കലും ഈ സെന്റൻസിൽ എഴുതൂല, നോ ഐ വോണ്ട് ഡു ദാറ്റ്. എന്താ എന്തിനാ എഴുതുന്നേ? താഴെ എഴുതിയാൽ പോരെ. യെസ് ഓർ നോ? നൗ എന്താണ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? യെസ് ഓർ നോ? I can start the answer like according to section 2A 2B agreement is defined as so and so so and so. Agreement is defined as എന്തൊക്കെയാണ്? any arrangement, understanding, action in concert അല്ലേ? ഈ അഗ്രിമെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആക്ഷൻ ഇൻ കൺസേർട്ട് അതല്ലേ സംഭവം വരുന്നത് പറഞ്ഞോ? അത് ഇമ്പോർട്ടൻറ്റ് സാധനമല്ലേ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് വേണം എന്ത് ചെയ്യാം? ഓ മൈ ഗോഡ്, ഇതെന്ത് തേങ്ങയായിരുന്നു, മറന്നുപോലോ. ഒരു പെൻസിൽ ഹിയർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ പെൻസിൽ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അടിക്കടി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കും. വിച്ച് മീൻസ് ഐ ആം റൈറ്റിംഗ് ലോട്ട് ഓഫ് തിങ്സ്, ഐ ആം റൈറ്റിംഗ് ലോട്ട് ഓഫ് പോയിന്റ്സ് ഹിയർ വിച്ച് മേ ബി ഈദർ ഫോർമുല റിട്ടേൺ സോ ആൻഡ് സോ ഒക്കെ എഴുതും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പ്രധാനപ്പെട്ട വേണ്ട സംഗതി എന്ത് ചെയ്യും? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടുത്ത പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഇതുണ്ടോ, ഞാൻ ഇത്രയും ഗ്യാപ്പ് വിട്ടാണ്ടോ, ഈ ഗ്യാപ്പ് തന്നെ ഇവിടെയും വിടുക, ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഓർ നോ? ദ ടേം agreement has got a crucial meaning in competition act എന്നൊക്കെ പറഞ്ഞിട്ട് വേണേ ഐ ക്യാൻ റൈറ്റ് സെക്കൻഡ് പാര എഴുതി തുടങ്ങി ഐ ക്യാൻ റൈറ്റ് ഫ്രം ഹിയർ ഒക്കെ എഴുതി തുടങ്ങാം. യെസ് ഓർ നോ? അപ്പം ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ല എന്ത് ചെയ്യാം? ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ്, ഞാൻ വേറെ റിസ്ക് എടുക്കും. ഐ വിൽ ടേക്ക് യെറ്റ് അനദർ റിസ്ക്. എന്താ ഞാൻ എടുക്കാൻ റിസ്ക് എന്നറിയോ? ഐ വിൽ ഷോ യു ദാറ്റ് ഈസ്, ഞാൻ ഈ സംഭവം സെക്കൻഡ് പാര ഈ ഒരു ലൈൻ വിട്ട് ഇവിടെ ലൈൻ വിട്ടിട്ട് ഇവിടെ എഴുതാതെ ഇവിടും തുടങ്ങും, സെയിം ഗ്യാപ്പ് ഇട്ട് ഇവിടും തുടങ്ങും. അപ്പോൾ എന്താ അറിയോ? ആൻസർ കാണാൻ ഒന്നുകൂടെ കോമ്പാക്റ്റ് ആയിരിക്കും, ഒരു ഭംഗി ഉണ്ടാവും. ഇതാണ് ഞാൻ പറയുന്ന ആൻസറിങ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. യെസ് പറഞ്ഞോ? അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ ഇവിടെ അത്തപ്പൂക്കളം എഴുതിയ പോലെ ഇടാണ്ട് അത് വൃത്തിയായിട്ട് ഞാൻ വെച്ചാൽ പേപ്പർ വരുന്ന ആളാണ്, എന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വൃത്തിയായിട്ട്. യെസ് പറഞ്ഞോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുക ക്വസ്റ്റ്യൻ നമ്പർ 4 എന്നിട്ട് യു ക്യാൻ റൈറ്റ് ഹിയർ 4A, ഓർ ദർ ആർ സം പ്രാക്ടീസ് പീപ്പിൾ ഓർ സെലക്ട് 4A എന്ന് ഇവിടെ എഴുതുന്ന ആൾക്കാരും ഉണ്ട്, ആൻഡ് യു ക്യാൻ റൈറ്റ് സെക്ഷൻ 2B എന്ന് എഴുതുന്ന ആൾക്കാരും ഉണ്ട്. എന്താണെങ്കിലും വൃത്തിക്കും മനക്കും പ്രസന്റേഷൻ വരണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊരു ഭംഗിയുണ്ടാവും. യെസ് ഓർനോ? അപ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വിടുമ്പോൾ എൻ്റെ ശ്രദ്ധ നേരെ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി എളുപ്പമായി. കാരണം നിങ്ങൾ എഴുതിയ മൊത്തം സാധനം ഒന്ന് വായിച്ചു നോക്കേണ്ട സാർ, ഇവിടെ ആൻസർ ഉണ്ട്. സെക്ഷൻ നമ്പർ ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചാണല്ലോ യു ആർ ഗിവിങ് എൻ ഓപ്പൺ ചലഞ്ച്. സാർ എനിക്ക് സെക്ഷൻ നമ്പർ അറിയാം, അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇംപ്രഷൻ ക്രിയേറ്റ് എൻ ഇംപ്രഷൻ, ദാറ്റ്സ് ഇറ്റ്. ഡിഫെൻസീവായിട്ട് നിൽക്കല്ലേ. സോ അങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യും. പ്രസന്റേഷൻ മുകളിൽ മാജിക് വർക്കൗട്ടോ. നിങ്ങൾ പേപ്പർ ടോപ്പേഴ്സ്, നിങ്ങളിപ്പോൾ പറയുന്ന ഈ സ്കാൻഡ് കോപ്പി വെരിഫൈഡ് ഷീറ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും കാണുന്ന കാര്യമാണ്, എവിടെ മാർക്കുണ്ടോ അവിടെ വൃത്തിയുള്ള പ്രസന്റേഷൻ ഉണ്ട്. യെസ് ഓർനോ? ഒരിക്കലും ഒരു കുട്ടിക്ക് പാസ്സായി പോണത് അയാൾ ഒരുപാട് എഴുതി വെച്ചതിൻ്റെ മൂലത്തിലല്ല, പിന്നെയോ എഴുതിയ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട്, കുറച്ചേ എഴുതില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ സ്ട്രോങ് ആണ്, സെക്ഷൻ നമ്പറും കേസ് ലോസ് ഒക്കെ വാരി വെതറിയിട്ടുണ്ട്. യെസ് ഓർനോ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ സെക്ഷൻ നമ്പറും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യു വിൽ നെവർ ബി ഏബിൾ ടു റിമെമ്പർ ഓൾ ഓഫ് ദം ഫോർ ഷുവർ, ബട്ട് പറ്റാത്ര എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. യെസ് ഓർനോ? ഇതാണ് സെക്ഷൻ നമ്പർ തെറ്റിക്കരുത്, അതിലും പതി എഴുതാണ്ടിരിക്കുന്നതാണ്, പകരം അക്കോർഡിംഗ് ടു റിലവന്റ് പ്രൊവിഷൻ എഴുതുന്നതാണ്. ഓക്കെ ആണോ? യെസ് ഓർനോ? അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിതിൽ പറയാനുള്ള കാര്യങ്ങൾ.
പ്രസന്റേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ചാപ്റ്ററും സ്കിപ്പ് അടിക്കരുത്. IPLOS പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഒന്ന് കോമ്പറ്റീഷനും കൺസ്യൂമറും അതുപോലെ തന്നെ ഫെമ ടോപ്പിക്സ് ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ്. എക്സാം ഹാളിൽ നേരത്തെ എത്തുക. ഓക്കെ, കുപ്പികളെ കൊണ്ടുപോകുക. ടെൻഷൻ ആവരുതെന്ന് പറയുന്നത് ടെൻഷൻ ആയിക്കോ, പക്ഷേ ഹെൽത്തി ലെവൽ ഓഫ് ടെൻഷൻ മാത്രമേ ആകാവുള്ളൂ. അൺയൂഷ്വലി ഹെൽത്തി ലെവൽ ഓഫ് ടെൻഷൻ കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ചില്ല് ചെയ്യാം. പിന്നെ മക്കളെ, CS എക്സിക്യൂട്ടീവ് എക്സാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ അറ്റംപ്റ്റ് തന്നെ പാസ്സാവാൻ വേണ്ടി മാക്സിമം പ്രാർത്ഥിക്കാം. പക്ഷെ അഥവാ ഒരു അറ്റംപ്റ്റ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ തളരരുത്. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ ലൈഫിൽ അവസാനത്തെ എക്സാം ഒന്നുമല്ലത്. നമുക്കിനി ഒരുപാട് എക്സാം ഉണ്ട്. ജീവിതം തന്നെ ഒരു എക്സാമാണ്. ഞാൻ ഫിലോസഫി വിളമ്പോ അല്ല, ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സോ ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് ബി എ ഹാപ്പി ഹ്യൂമൻ ബീങ് ആഫ്റ്റർ ഓൾ. എനിവേ, വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ് മൈ സെഷൻ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പോ എന്തെങ്കിലും എന്നെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ചാറ്റിൽ കാണാം. ഓക്കെ, സോ ബി വിത്ത് യു. സോ എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റേ ബ്ലെസ്ഡ്. ടേക്ക് കെയർ. സൈനിങ് ഓഫ്. താങ്ക് യു.